ജ്ഞാനം, ആ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അതെന്താണ്, അതിൻ്റെ ലക്ഷണം എന്താ എന്നുള്ളത് പിപ്പലാദൻ പറയുന്നു. അങ്ങനെയാവുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിലേക്ക് എത്താൻ ആ ഒരു ഭാവത്തിലേക്ക് എത്താനാണ് വേദോക്തമായ കർമ്മങ്ങൾ നമ്മളെ അനുശാസിക്കുന്നത്. അപ്പം കർമ്മങ്ങൾ ചെയ്യുക, അകർമ്മം ചെയ്യാതിരിക്കുക, വികർമ്മം ഒട്ടും ചെയ്യാതിരിക്കുക. കർമ്മം അകർമ്മം വികർമ്മം അതെന്താണ് ആവിർഹോത്രം പറയുകയാണ്. കർമ്മം വേദോക്ത കർമ്മങ്ങൾ ചെയ്യല്, അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് വികർമ്മം. അല്ല കർമ്മം അകർമ്മം വികർമ്മം. കർമ്മം എന്ന് പറയുന്നത് വേദത്തിൽ പറഞ്ഞിട്ടുള്ള പ്രമാണ സഹിതം ചെയ്യാന്നർത്ഥം. എന്തിനൊരു പ്രമാണം ഉണ്ടാവണം. എന്താണ് പ്രമാണങ്ങൾ? പലതരം ശിഷ്ടാചാരങ്ങൾ വരെ ഉണ്ട് പ്രമാണങ്ങൾ. എന്തായാലും ഒരു പ്രമാണമെങ്കിലും വേണം. എനിക്ക് തോന്നിയത് അങ്ങോട്ട് ചെയ്തു എന്ന് പറയരുതെന്നാണ്. അപ്പൊ ആ പ്രമാണത്തോടു കൂടി ചെയ്യുന്നതേ കർമ്മമാവുന്നു. പിന്നെ അകർമ്മം എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുക. പ്രമാണം അതൊക്കെ ശരിയാ. അച്ഛൻ പറഞ്ഞോ അങ്ങനെ ചെയ്യണമെന്ന്, അതൊക്കെ ശരിയാണ്. അമ്മ പറഞ്ഞോ അങ്ങനെ ചെയ്യരുത്, അതൊക്കെ ശരിയാണ്. ആരും എന്ന് പറഞ്ഞത് അതാണ്. ചെയ്യരുത് എന്ന് പറയണത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക. ഇതാണ് അകർമ്മം എന്ന് പറയുന്നത്. പിന്നെ വികർമ്മം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ ഞാൻ വിപരീതമായിട്ടേ ചെയ്യുള്ളൂ, എന്താ വരിക എന്ന് നോക്കണമല്ലോ. അങ്ങനെ പറയുന്നത് വികർമ്മം. അപ്പൊ ആ കർമാകർമ്മ വികർമ്മങ്ങളുടെ വിവേകം ഉണ്ടാവണമെന്ന് ആവിർഹോത്രൻ അതില്ലാണ്ട് നമ്മൾ ഉയരില്ല എന്ന് പ്രത്യേകം പറയാണ് ആവിർഹോത്രൻ. ഇതാണ് 4 യോഗീശ്വരന്മാരുടെ ഉപദേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായ രാജോവാച പരസ്യ വിഷ്ണു ബീജസ്യമായ വിമോഹിനി മായം വേദിനിച്ഛാമോ ഭഗവന്തോ വിരുവന്തുന നാനതൃപ്യേതുഷം യുഷ്മദ്വചോഹരികഥാമൃതം സംസാരതാപനസ്തപ്തോ മർത്യസ്തത്താഭുഭേഷജം അന്തരീക്ഷ ഉവാച ഹേ ഭൂതാനി ഭൂതാത്മാ മഹാഭൂതേ മഹാഭുജ സത്യവച്ചാചാന്യാദ്യ സ്വമാത്മാത്മപ്രസിദ്ധയേ ഏവം സൃഷ്ടാനി ഭൂതാനി പൃഷ്ടാത്മന്യതാദിഭിः ഏകധാകസദാത്മാനം വിഭജന്തു ഷതേ ഗുണാൻ ഗുണൈർഗുണാൻ സഭുജാനാത്മപ്രത്യോതിതൈः പ്രഭോ മന്യമാനേ സൃഷ്ടമാത്മാനി വിഹസജ്ജതേ കർമാണി കർമ്മഭേദ കുർവൻ സദനിത്താനി ദേഹബൽ തത്തൽകർമ്മഫലം ഗൃഹ്ണൻ ബ്രഹ്മദീഹ സുഖേതനം ഇത്തം കർമ്മഗതിർഗച്ഛൻ ബഹവഭദ്രവഃ അപമാൻ ആഭൂതസംപ്ലവാൽ സദ്യപ്രളയവശ്രുതയോശ ധാതുപ്ലവാസന്നവിക്തം അനാദ്യുധനകാലോഹ്യവിക്രയാപകർഷതി ശതവർഷാഹ്യനാവൃഷ്ടിർഭവിഷ്യത്തുൽപണാഭുവി തൽക്കാലോപചിതോഷ്ണോർക്കോലോകാം സ്ത്രീം പ്രതപശ്യതി പാതാളതലമാരഭസംഘർഷമുഖാനല ധന്യോദേവായി നേരിട സാമർത്ഥകോ മേഘഗണാപരിഷതി തതോ വിരാജമത്സജ്ജ വിരാജ പുരുഷോ നൃപ അവ്യക്തം സദേ സൂക്ഷ്മം നിരിന്ധനിവാനല വായുനാഹരഗന്ധാഭൂസലത്വായ കൽപ്പതേ സെല്ലം തദ്ഭുതരസന്ധ്യോതിഷ്ഠുമായോപകൽപ്പതേ ഋതുരവം തപസാവായോ ജ്യോതിർപ്ലീയതേ ഋതസ്പർശോപകാശന വയോർണഭസ്ലീയതേ കാലാത്മനാഹൃതഗുണം നഭാത്മന്യീയതേ ഇന്ദ്രിയാണി മയോ ബുദ്ധിഃ സഹ വൈകാരികൈർ നൃപ പ്രവിശന്തി അഹങ്കാരം സഗുണൈരഗണ സ്വഗുണൈരഹമാത്മനി ഏഷാമായ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി ത്രിവർണാവർണദാസ്മാഭിക്കിം ഭൂയശ്രോതമിച്ഛതി നാജോവാച യഥേതാമ ഈശ്വരീമായ അന്തസ്തരാമകൃതാത്മഭി തരഞ്ജന്യാസ്തൂരധിയോ മഹർഷ ഇതമുച്യത പ്രബുദ്ധ ഉവാച കർമാണ്യാരഭമാണാനാം ദുഃഖാത്യേ സുഖായ ച പശ്യേത്പാകികപര്യാസ്മിധിനീചാരിണാം നൃണ ഇത്യാർത്ഥദേവതേന ദുർലഭേനാത്മോർജുന ഗൃഹാപത്യാപദപശുഭികാപ്രീതിസ്സാരിജൈശ്ചലൈഃ ഏവം ലോകം പരമിദ്യാനശ്വരം കർമ്മനിർമ്മിതം സതുല്യാതിശയധ്വംസം യഥാമണ്ഡലവർത്തിനാം തസ്മാത് ഗുരും പ്രപദ്യേർജിജ്ഞാസശ്രയോത്തമം ശാപദേ പരേജനിഷ്ണാദ ബ്രഹ്മണ്യവശമാശ്രയം തത്ര ഭാഗവതാൻ കർമാൻ ശിക്ഷ ഗുരുവാത്മദേവത അമായാനോർത്യായേ സ്തുഷ്യേത ആത്മാത്മദോഹനി സർവദോ മനസോ സംഗമാദോ സംഗം ച സാധുഷു ധേയം മൈത്രം ശ്രേഷ്ഠ ഭൂതേഷ്വദ്ധായതോജിതം സൗജന്തപസ്ഥിതിക്ഷയ
ശൗചം തപസ്ഥിതിക്ഷാഞ്ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യമഹിംസാഞ്ച സമത്വം ദുന്ദസംജ്ഞയോഃ സർവാത്രാത്മേശ്വരാന്വേഷാം കൈവല്യമനികേർത്താം നിവികൃതജീവസനം സന്തോഷം ഏനകേനചിൽ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ നിന്ദാമന്യത്ര ചാവിഹി മനോവാകർമ്മദണ്ഡ സത്യം സമതമാവതി ശ്രവണം കീർത്തനം ധ്യാനം ഹരേരദ്ഭുതകർമ്മണ ജന്മകർമ്മഗുണാനാം ച തദർത്ഥേഖിലചേഷ്ടിതം ഇഷ്ടം തത്തം തപോജപ്രമൃതം നിച്ചാത്മനഃ പ്രിയം ദാനാൻ സുദാൻ ഗൃഹാൻ പ്രാണാനിൽ പരസ്മൈ നിവേദനം ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു സൗഹൃദം പരിചര്യാം ചോഭയത്ര മഹൽ സുദൃഷു സാധുഷു പരസ്പരാനുഗ്രഹം ഭാവനം ഭഗവദ്ഗീത മിഥോരഥിർമിഥസ്തുട്ടിർന്നു വൃത്തിർമിഥ ആത്മന സ്മരന്ത സ്മരേന്ദ സമിധോ സ്മരന്ത സമിധോ ഘൗഘാരം ഹരിം ഭക്രിയാ സഞ്ജാനിയ ഭക്രിയാ വിഭ്രത്യുത്പുളകാന്തനും ക്വചിത് വദന്തി അച്യുചിന്യ ക്വചിത് ധസന്തി നന്ദന്തി വദന്തി ലൗകികാഃ നൃത്യന്തികായന്തി ശീലേന്തി ജംഭം തുഷ്ണീം പരമേത്യ നിർവൃതാഃ ഇതി ഭാഗവതം ധർമാശിക്ഷാം ഭക്രിയാ തദുത്ഥയ നാരായണ കുലോമായ മഞ്ജസ്തരതി ദുസ്തരാം രാജോവാച നാരായണാഭിജാനസ്യ ബ്രഹ്മണപരമാൽപന നിഷ്ഠാമർഹത നോവക്തുനിവിഭിബ്രഹ്മവിത്തമാഃ വിപുലായന ഉവാച സ്ഥിത്യുദ്ഭവപ്രളയേതുരഹേതുരസ്യ സ്വപ്നജാഗര സുഷുപ്തിഷു തൽബഹിശ്ച ദേഹേന്ദ്രിയാ സുഹൃദ്യാനി ചരന്ത്യേന സഞ്ജീവിതാനി തദവൈഹി വരം നരേന്ദ്ര ഏതന്മനോചിതിമാകുതചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ചേധാനമക്ഷുഷസ്വാഹ ശബ്ദോ വിബോധം നിഷേധേ ആത്മമൂലമർത്ഥോക്രമാഹ ഇന്ദ്രേണ നിഷേധസിദ്ധി സത്വമജസ്തമജിത്രുദേഹമാദോ സൂത്രമഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരശക്തി ബ്രഹ്മീവഭാതി സതതച്ഛതയോഃ പരമേൽ ആത്മാജിജാനമനുഷ്യതനൈതഥേസൗ ലക്ഷീയതേ സമനവിദ്യവിചാരിണാം ഹി സർവപ്രദശ്ചതനതായി പരബ്ധിമാത്രം പ്രാണവിധേന്ദ്രിയവലേന വികൽപിതം സൽ മുണ്ടേഷു കേഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവപധാവതി തത്ര തത്ര സന്നേഹേന്ദ്രിയണേ ഹമിച്ച പ്രസുപുതേ കൂടസ്ഥ ആശയമതേത ധനസ്പതിർന്ന യർഗ്യബ്ജനാപചരണേഷണിയോർഭക്തിയാ ചേതാമനാനി ധിമൈസ് ഗുണകർമ്മജാനി അഗ്നിം വിശുദ്ധോപലഭ്യത അൽപതത്വം സാക്ഷാൽ യഥാഹരദൃശോഃ സവിതുപ്രകാശ രാജോവാച കർമ്മയോഗമതോനാഃ പുരുഷോ യേന സംസ്കൃത വിധൂയേഹാശകർമാണി നിഷ്കർമ്മവിന്ദതേ ബലം ഏവം കൃഷ്ണഋഷിയം പൂർവമർച്ഛംവിതിരന്തികേ നാഭുനം ബ്രഹ്മണപുത്രാസ്ത്രകാരണോച്ചതാം ആഗ്രഹോത്രോവാച കർമാകർമ്മവികർമ്മൈതി വേദവാദോ ലൗകിക വേദസിദ്ധേശ്വരാത്മത്വാദ തത്ര മുഹ്യന്തി സൂരയ പരോക്ഷവാദോ വേദോയം ബാലാനാമനുജാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥാ നാചരിലിസ്തു വേദോക്തം സ്വയമജ്ഞോ അജിതേന്ദ്രിയ വികർമ്മണായ ഹ്യധർമ്മേണ മൃത്യോർമൃത്യുപൈതി സ വേദോക്തമേവ പ്രമാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യാമൃതേ സിദ്ധിന്നോ ലോചനാർത്ഥാ ഫലശ്രുതി യാശ്വതേ ഗ്രന്ഥിന്ദർജഹീർഷോഃ പരാൽപനഃ വിധിനോപചരൈദേവം ദ്രോക്രേണ ജഗേശവം യദ്ധാനുപ്രാചാര്യാൽത്തേന സന്ദർശിതാഗമ മഹാപുരുഷമഭ്യർച്ചയൻ മൂർത്തിയാഭിമതയാത്മന ശുചിസമ്മതമാസേന പ്രാണസംയമനാദിഭി പിണ്ഡം വിശോധി സന്യാസകൃതരക്ഷോർച്ചയേദ്ധരിം പിണ്ഡം വിശോധ്യ സന്യാസകൃതരക്ഷോർച്ചയേദ്ധരിം അർച്ചാദോഹൃതേജാമ്യധാന്തോപചാരകൈഃ നിരവിക്ഷിത്യാത്മലിംഗാ നിഷ്പാദ്യ ഭോക്ഷജാസനം ആദ്യ അധീനപകൽപ്യാഥ സന്നിധാപ്യ സമാഹിത ഹൃദാദിഭിപ്രതിന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേൽ സാങ്കോപാംഗാം സപാർഷിതാം താം താം മൂർത്തിം സ്വമന്ത്രത ആദ്യ ആധ്യാചമനീയാദ്യേ സ്നാനവാസോ വിഭൂഷണൈഃ ഗന്ധമാല അക്ഷതസ്രദ്ധൂപദീപോപഹാരകൈഃ സാംഗം സംപൂജ്യവിധികൾസ്തവൈഃ സ്തുത്വാ നമേദ്ധരിം ആത്മാനന്ദന്മേധ്യാൻ മൂർത്തിം സംപൂജയേദ്ധരേഃ ശേഷാം ആധായ ശിരസി സുധാമന്യുദ്വാസകൽകൃതം ഏവമഗ്നിർക്കതോ യാദാവധിതോ ഹൃദയേജയ യജതീശ്വരം ആത്മാനമജാനുച്യതേ ഹിസ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരണഹംസ്യാസ്മിതായ മേഘാദശസ്കന്ധേ തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവത് വീര്യങ്ങളെ വർണ്ണിക്കുന്ന കഥകൾ അനുസന്ധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവിത്രത, ചിത്തശുദ്ധി വേറൊന്നുകൊണ്ടുണ്ടാവുകയാണ്. ദ്രുമിളൻ എന്ന യോഗീശ്വരൻ അടുത്ത അധ്യായത്തിൽ സമർത്ഥിക്കുകയാണ്. കഥകളുടെ പ്രാധാന്യം അത്ര വലുതാണെന്ന് എത്ര തവണ ഭാഗവതം പറയണതെന്ന് ആലോചിച്ച് നോക്കൂ. കഥകൾ വെറുതെ കേട്ട് മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിച്ചാൽ മതി. ദ്രുമിളന്റെ വാക്കുകൾ. അഥ ചതുർത്ഥോധ്യായ രാജവാച ചക്രേ കരോതി കർത്താവഹരിസ്ഥാനി ബ്രുവന്തുന. ദ്രുമിള ഉവാച യോബാനന്ദസ്യ ഗുണാനന്ദാനന്ദക്രമേഷ്യൻ സദ്വാലബുദ്ധി നിജാംസി ഭൂമേർഗണയൽ കഥഞ്ജൽ കാലേന നൈവ അഖിലശക്തിധർമ്മ ഭൂതൈര്യദാജഭിരാത്മസൃഷ്ടൈഃ പുരം വിരാജമുദയചൈയ തസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷാഭിധാനം അവാപനാരായണാദിദേവേ യൽക്കായേഷഗുണത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തേന പ്രധാമുഭേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഃ സത്വാദിസ്ഥിതിലയോദ്ഭവ ആദികർത്ത ആദാവഭൂച്ഛാതധരതീരജസാസ്യ സർഗ വിഷ്ണുസ്ഥിതോ ക്രതുപദർദ്വിജധർമ്മസേതോ
രുദ്രോപ്യയായ തമസാ പുരുഷസാദ്യ ഇത്യുദ്ഭവസ്ഥിതലയാ സദാസു ധർമ്മസ്യ ദക്ഷദുഹിതര്യാജനിഷ്ഠമൂർത്തിയ നാരായണോ നര ഋഷിപ്രവര പ്രശാന്ത നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാര കർമ്മ യോദ്യാവിജാസ്തർഷിവര്യനിഷേവിജാന്ധരി ഇന്ദ്രോ വിശങ്ക്യ മമ ധാമജിഘൃക്ഷതീതി കാമന്യയും തസഗണം സബദർവാക്യം ഗത്വാപ്സരോ ഗണവസന്തസുമന്ദവാദൈः സ്ത്രീപ്രേക്ഷണേഷു ഭിരവിദ്യത അവിദ്യതാപമഹിമ്യ വിദ്യാശക്രകൃതമക്രമദാതിരേവ പ്രാപ്രഗസ്യ വിസ്മയജമാന മാഭൈഷ്ടഭോ മദനമാദ്യദേവമധ്വോ ഗൃഹീതം നോ ബലിവശൂന്യവിമം ഇത്തം ബ്രുവത്യാഭേദദേവദേവ സവ്രീഡനമ്രശിരസഘൃണന്തമൂചു നൈതദ്വിഭോ തുയി പരേ വികൃതേ വിചിത്രം സ്വരാമധീരനികരാനതപാദപത്മ ത്വാം സേവതം സുരകൃതാഭഗവോന്തരായ സ്വൗകോ വിലംഘ്യ പരമം പ്രജതം വദന്തി നാന്യസ്യ പരിഷുബലിന്ദതസ്വഭാഗാന്തേ പദം ത്വാഭീതീത യതി വിഘ്നമൂർധനി ക്ഷുത്രത്രികാലഗുണമാരുതജൈശ്വശൈസ്ന്യാനാസ്മാൻ അപാരജലധീനതിതീര്യകേചി ക്രോധസ്യാന്തിമീൽഫലസ്യ വശം വദേ ഗോർമർജന്തി ദുശ്ചരതപശ്ച വൃഥോത്സൃജന്തി ഇതി പ്രകൃതസന്ദേശം സ്തുയോത്യഭൂതദർശനാഃ ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിതാ കുർവതേ വിഭോ ते देवानुजरा दृष्ट्वा स्त्रिय श्रीदिवरूपिणीः गन्धेन मुमुहुस्तासा रूपहुदार्यहदश्रिया ताराकदेवदेवेश प्रणतान् प्रणकसन्निव आसामेकतमां विश्वृन्ध्वं सर्वेष आसामेकतमां वृन्ध्वं सवर्णां स्वर्गभूषणम् ओमित्यादेशवादाय नत्वत्रं सुरमन्दिर उर्वशी अप्सरश्रेष्ठ पुरस्कृति दिवयो इंद्रानायम्य सदस्य शृण्वतंत्र दिवौगस ऊचो नारायण बलं शक्रस्तत्रास विस्मित हंसस्वरूप्यावददाच्युत आत्मयोग दत्त कुमार ऋषभो भगवान् प्रति पितानः विष्णु शिवाय जगदंगलयावदेवनस्ते नागदा मधुभीदा सुधो हयासि गुप्तोप्यये मरुरिलौषधयश्च माल्सि क्रौडे हतो दिदिजौद्धरदाम्भसा क्ष्मां कौर्मे ददोद्दिरीरामृतोन्मथने स्वपृष्ठे ग्रागाल्पवन्नविभराजममुञ्चरार्तम् संस्तुन्यतो धिपतिरमिश्रमणान् ऋषींश्च शक्रञ्च वृत्रवधतस्तमसि प्रविष्टं देवस्त्रियोऽसुरगृहे विहितानाथ जगदे सुरेन्द्रमभयाय सतां प्रसिद्धे देवासुरे युधि च दैत्यपतिं सुरार्थे हत्वाङ्गरेषु भवनान्यदधाल्कलाभि भूत्वा तवामन इमामहरद्बलेः क्ष्मा याचनाचलेन समदादीते सुदेव्य निक्षत्रियामकृतगाञ्जत्रिसप्तकृत्वो रामस्त्वायिकयकुलाप्यय भार्गवाग्नि स्वबिम्बबन्धदशवक्त्रमकण्ठकल् सलङ्गं सीतावतर्जयति लोकमलग्नकीर्ति भारावतरणाय यदुष्वजन्म जातकरिष्यति सुरैरविदुष्कराणि वादैर्विमोगेति यज्ञकृतो अर्थदर्गा शूद्रान् कलौक्षिधिभुजो न्यहनिष्यताम् एवं विधानि कर्माणि जन्मानि च जगत्पतेः भूरीणि भूरि यशसो वर्णितानि महाभवे श्रीमद्भागवते महापुराणे एकादशस्कन्धे चतुर्थोऽध्यायः सर्वत्र गोविन्दनाम संकीर्तन അടുത്ത അധ്യായത്തില് ചമസൻ എന്ന യോഗീശ്വരൻ ഈ ഭക്തിഹീന നിഷ്ഠ അത് വളരെ മോശമാണെന്ന് പറയുന്നു. കരഭാജന എന്ന യോഗീശ്വരൻ
യുഗങ്ങളില് ഭഗവത് ആരാധനയുടെ സമ്പ്രദായവും മാറും എന്ന് സൂചിപ്പിക്കുന്നു. ഭക്തി ഹീനന്മാരെന്ന് പറഞ്ഞാൽ ഭക്തി ഒട്ടുമില്ലാത്തവരല്ല, ഈശ്വരനെ നിഷേധിക്കുന്നവര് കുഴപ്പക്കാരല്ലാതെ. ഈശ്വരനെ പക്ക നിഷേധിക്കണം, അതിദൃഢമായിട്ട് നിഷേധിക്കണം. അങ്ങനെയുള്ളവരും കുഴപ്പമില്ല. പിന്നെ അതിദൃഢമായ വിശ്വാസം, നേരത്തെ ഹരി എന്ന് യോഗീശ്വരൻ പറഞ്ഞ ഉത്തമ ഭക്തിയുടെ ഭക്തി ഉള്ളവർക്കും പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ കിടക്കുന്നവരെയാണ് ഏറ്റവും മോശക്കാരെന്ന് പറയാനാണ്. അറിയാനൊക്കെ അറിയാം, പക്ഷെ പ്രാക്ടിക്കലാവില്ല. അങ്ങനെയില്ലേ? അത് പ്രാവർത്തികമാക്കാതിരിക്കുന്നവര്, ഇതൊക്കെയാണ് വിശ്വാസം ദൃഢമാവാത്തോണ്ടാണ് അത് പ്രാവർത്തികമാക്കാത്തത്. അങ്ങനെയുള്ളവർ മോശക്കാരാണെന്നാണ് പറയുന്നത് ചമസൻ എന്ന് യോഗീശ്വരൻ. യുഗം തോറും ആരാധനയുടെ സമ്പ്രദായം മാറും. കൃതയുഗത്തിൽ ധ്യാനമാണ് എല്ലാവരും, ധ്യാനത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കും. ത്രേതായുഗത്തില് യജ്ഞത്തിലൂടെ, ദ്വാപരയുഗത്തില് വിഗ്രഹാരാധനയിലൂടെ, കലിയുഗത്തില് വിഗ്രഹാരാധനയും ഫലിക്കില്ല, നാമജപം മാത്രമേ ഫലിക്കൂ എന്നാണ്. അങ്ങനെ യുഗാരാധനയുടെ സമ്പ്രദായം കരപാലനം ഭഗവന്തം ഹരിം പ്രായോത്മഭജന്ത്യാത്മവിത്തമാൻ തേഷാമശാന്തകാമാനം കാനിഷ്ടാവിജിത അവിജിതാത്മനം ചമസ ഉവാച മുഖപാപൂരുപാദേഭ്യഃ പുരുഷസ്യാശ്രമൈः സഖ ചത്വാരോ യജ്ഞിരേവർണാ ഗുണൈർവിപ്രാദയ പൃഥക് യേഷാം പുരുഷം സാക്ഷാദാത്മപ്രഭവമീശ്വരം ന ഭജന്ത്യവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാ പതന്ത്യഥാ ദൂരെ ഹരികഥാ കേയൽ ദൂരെ ച്യുതകീർത്തനാ സ്ത്രീയശൂദ്രാദയശ്ചൈവ തേ അനുഗമ്യ ഭവാദൃശാം വിപ്രോ രാജന്യവൈശൗചാഹരേ പ്രാപ്താപതാന്തികം ശ്രൗതേന ജന്മനാഥാഭി മുഖ്യന്ത്യാം ന്യായവാദിനാ കർമ്മണ്യ അകോവിദാസ്തബ്ധാ മൂർഖാപണ്ഡിതമാനിനാ വദന്തി ചാടുകാൻ മൂഢാ യയാമാധ്യാഗരോത്സുക രഥസാഘോരസങ്കൽപ്പാ കാമുകാഹിമന്യവ ദാംഭികാമാനിനപ്പാപാവികസന്ധ്യച്യുതപ്രിയാൻ വദന്തി തേ അന്യോന്യം ഉപാസിതാശ്രയോ ഗൃഹേഷു മൈഥുന്യപരേഷു ജാസിഷ യജന്യ സൃഷ്ടാന്നവിധാനദക്ഷിണം പ്രത്യൈ പരം ഗ്രന്ഥി പശൂന തദ്വിധാം ശ്രിയാ വിഭൂത്യാഭിജനേന വിദ്യയാ ത്യാഗേന രൂപേണ ബലേന കർമ്മണ ജാതസ്മയേനാന്ധരിയ സഹേശ്വരാൻ സദോവമന്യന്തി ഹരിപ്രിയാഖലാൻ സർവേഷു ചക്ഷുർത്തരവൃക്ഷോപസ്ഥിതം യഥാഘമാത്മാനം അഭീഷ്ടമീശ്വരം വേദോപഗീതം ച ന ശൃണ്വതേ അബുധ മനോരഥാനാം പ്രവദന്തി വാർത്തയാ യോഗേ വിവാഹ്യാ വിഷമദ്യസേവയാ നിത്യാസ്തുജന്തോദയി തത്ര ചോദന വ്യവസ്ഥിതേഷു വിവാഹയജ്ഞസുരാഗ്രഹേ യജ്ഞസുരാഗ്രഹേ രാജനിവൃത്തിരിഷ്ടാം ധനം ച ധർമ്മൈകഫലം യതോ വൈ ജ്ഞാനം സവിജ്ഞാനമനുപ്രശാന്തി ഗൃഹേഷു യുജ്യന്തി കലേവരസ്യ മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം യഘ്രാണപക്ഷോ വികിരസുരായ തഥാ പശോരാലഭനം അഹിംസ ഏവം യവായ പ്രതിയാ നരത്യാ ഇമം വിശുദ്ധം ന വിദുസ്വധർമ്മം ഏത്വനേവം വിദോസന്ത സ്തബ്ധാ തദഭിമാനിനാ പശൂൻ ദുർഹ്യന്തി വിസ്തബ്ധാ പ്രത്യഘാതന്തി തേ ചർത്താൻ നിഷബ്ദപരകായേഷു സ്വാത്മാനുപരിമീശ്വരം മൃതകേ സാനബദ്ധേസ്മിൻ ബദ്ധസ്നേഹാ പതന്ത്യതാ ഏകൈവല്യമസംപ്രാപ്തായേ ചാദീതാശ്ച മൂഢതാം ത്രൈവർത്തികാ ഹ്യക്ഷണികാ ആത്മാനം ഘാതയന്തി തേ ഏതാത്മനോ ശാന്ത അജ്ഞാനേ ജ്ഞാനമാനിനാ സീദന്തി അകൃതകൃത്യാ വൈ കാലത്തമനോരഥാ ഹിത്വാ അധ്യായാസരജിത ഗൃഹാപത്യതുകൃത്സുയാം തമോ വിചന്തി അനിച്ഛന്തോ വാസുദേവ പരാങ്മുഖാം രാജോവാച തസ്മിൻ കാലേ ച ഭഗവാൻ കിം വർണ്ണ കീദൃശോ നൃപേ നാംനാ വാഗേന വിധിനാ പൂജ്യതേ തദിഹോച്യതാം പരഭാജനുവാച കൃതം ത്രേതാ ദ്വാപരം ച കലിരുത്തേഷു കേശവ നാനാവർണ്ണാഭിധാകാരാ നാനൈവ വിധിനേച്യതേ ഹൃദേ ശുക്ലചതുർബാഹൂ ജടിലോ വൽക്കലാംബര
കൃഷ്ണാജിനോപവീതാക്ഷാൻ ബിഭ്രദ്ദണ്ഡകമണ്ഡലോ മനുഷ്യാതുതദാശാന്താനിർവൈരാജുതത്സമ യജന്തി തപസാ ദൈവം ചമേന തമേന ച ഹംസത്വപർണോ വൈകുണ്ഠധർമ്മോ യോഗേശ്വരോ മലം ഈശ്വര പുരുഷോ വ്യക്ത പരമാത്മേതി ഗീയതേ ത്രേതായാം രക്തസോ രക്തവർണോസോ ചതുർബാഹു ത്രിമേഖല ഹിരണ്യകേ ചത്രയാത്മാ സുവാധ്യുപലക്ഷണ തം തഥാ മനുജാ ദേവം സർവദേവമയം ഘനിം യജന്തി വിദ്യയാ ത്രയ്യാ ധർമ്മിഷ്ഠാ ബ്രഹ്മവാദിന വിഷ്ണുർയജ്ഞപൃഷ്ടിഗർഭാ സർവദേവ ഉരുക്രമ വൃഷാകവർജയന്തശ്ചാരുകായതീര്യതേ ദ്വാപരേ ഭഗവാൻ ശ്യാമപീതവാസാനുജായുധ ശ്രീവത്സാദിവരംഗൈശ്ച ലക്ഷണേരുപലക്ഷിത തം തഥാ പുരുഷം മർത്യാമകാരാജോപലക്ഷണം യജന്തി വേദതന്ത്രാഭ്യാം പരം ജിജ്ഞാസുമോ നൃപ നമസ്തേ വാസുദേവായ നമസ്സംരക്ഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമഃ നാരായണായ പുരുഷായ മഹാത്മനെ വിശ്വേശ്വരായ വിശ്വായ സർവഭൂതാത്മനെ നമഃ ഇതി ദ്വാപര ഊർവീശാസ്തുമന്തി ജഗദീശ്വരം നാനാതന്ത്രവിധാനേന കലാവഭ്യതാ ശൃണു കൃഷ്ണവർണം ദുഷാകൃഷ്ണം ചാഗോപാസ്തപാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായേനേദന്തി സുമേധസ ജ്ഞേയം തഥാ പരിഭവഗ്രമവേഷ്ടലോകം തീർത്ഥാത്മനം ശിവമിരിച്ചിരുതം ശരണ്യം ഭൃത്യാർത്ഥികം മൃതപാലഭവാദ്യബോധം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം त्यक्त्वा सुदुस्तुतुरेप्तुतराज्यलक्ष्मीं धर्मिष्ठाजीवनसाय तथाधरण्यं मायामृतं दैवयित्युरमन्युधावं वन्दे महापुरुषते चरणारविन्दम् एवं युगानुरूपाभ्यां भगवान् युगवर्तिभिः मनुजेर्जते राजन् श्रेयसामीश्वरोगरे कलिं सपादयन्त्याद्या गुणज्ञा सार्भागिना यत्र संकीर्तनेनैव सर्वसार्थोऽपि लभ्यते न ह्यतः परमो लाभादेहिनां भ्राम्यतामिह यतो विन्देन परमां शान्तिं नश्यति संस्कृति कृतादिषु प्रजाराजन् कलो इच्छन्ति सम्भवं कलो गर्भविच्छन्ति नारायणपरायण क्वचिन् मकाराजादिरुणेषु च भूरि च ताम्रवर्णे नदी यत्र कृतबालापयस्वी कावेरी च महापुण्या प्रदेशी च महानदी ये पिबन्ति जलं तासां मरुजामरुजेश्वर प्रायो भक्ता भगवती वासुदेवे मलाश्रया देवर्षि भूताप्तनृणां पितॄणां न किङ्करो नायमृडीचराजन् सर्वात्मनाय शरणं शरण्यं गतो मुकुन्दं परिहृत्य कर्तम् स्वपादमूलं मदनप्रियस्य त्यक्तानुभावस्य त्यक्तान्यभावस्य हरिपरे च विकर्म यच्युत्पतितं कदञ्जिर्धुनोति सर्वं हृदि सन्निविष्टा भारतोवाच धर्मान् भगवान् तं शुद्ध्वादमितलेश्वर जायन्ते अन्वरीं प्रीता सौभाग्यायोक्ष्य पूजयल् ततोऽन्तर्गतिरे सिद्धा सर्वलोकस्य पश्यता राजा धर्मानुपादिष्टानुभाव परमां गतिं तमप्येतान् महाभागा धर्मान् भागवतान् सुतान् आस्तितच्छ्रद्धया युक्तनिस्सङ्गो यास्यते परम् युवयोगिर्दम्पत्यो यदा पूरितं जगल् पुत्रधामकमर्यत्वां भगवानीश्वरो हरि दर्शनालिङ्गनालाभेर्दयाना शयनासनभोजने आत्मा वां पावितकृष्णे पुत्रस्नेहं प्रकुर्वतो वैरेणयं नृपदये शिशुपालवं प्रजान्वादियोगनिविलासविलोकनाद्यै ध्यायन्दाकृतयश्चैनासनादो तत्साम्यमापुनक्त अनुरक्तधियां पुनः किम् मापत्यबुद्धिर्मकृता कृष्णे सर्वात्मनीश्वरे मायामनुष्यभावेन गूढैश्वरे परे व्यये भूभारासुरराजन्यगन्तवे मुक्तये सदाम् अपतीर्णस्य तन्मूर्त्यै यशो भोगे विदन्यते श्रीशुक उवाच येन श्रुत्वा महाभागा वसुदेवादिविस्मिता देवकी च महाभागा जगतुर्मोहमात्मना इतिहासमिमं पुण्यं धारयेद्यत्समाहिता स विदूयेकचमलं ब्रह्मभूयाय कल्पते श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे एकादशस्कन्धे पञ्चमोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ഭഗവാൻ ഭൂമിയിൽ അവതാരെടുത്ത് 125 കൊല്ലത്തോളം ജീവിച്ച് ധർമ്മത്തെ സ്ഥാപിച്ചു. ദേവന്മാർ ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്നിട്ട് സ്തുതിക്കുകയാണ്. ഭഗവാനെ എടുത്ത് അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അത് അങ്ങ് ഭൂമിയുടെ ഭാരം തീർത്തു കഴിഞ്ഞു, ഇനി വൈകുണ്ഠനാഥനായിട്ട് കാണാനാണ് നിങ്ങൾക്ക് മോഹം, തിരിച്ചെഴുന്നള്ളുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിട്ടുള്ള ശൃംഖലാബദ്ധ സ്തോത്രമാണ്. ഒരു ശ്ലോകത്തിന്റെ അവസാനം വരുന്ന പദം കൊണ്ട് അടുത്ത ശ്ലോകം തുടങ്ങുക, അങ്ങനെ ആ ശൃംഖലയായിട്ട് ബന്ധിച്ചുകൊണ്ടുള്ളൊരു സ്തുതിയായിട്ടാണ് ബ്രഹ്മാദി ദേവന്മാര്
ഭഗവാനെ സ്തുതിക്കുന്നത്. ആ സ്തുതിയൊക്കെ കേട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. നിങ്ങളൊക്കെ വിചാരിക്കണതൊക്കെ ശരി തന്നെയാണ്. ഇനി യാദവന്മാരെയും കൂടി നശിപ്പിക്കണം, എന്നിട്ട് ഞാൻ വരുള്ളൂ, ഇല്ലെങ്കിൽ അതൊക്കെ വെറുതെ ആവും. അപ്പൊ അവർക്ക് വേണ്ട ശാപമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അവരെയും കൊണ്ട് ഞാൻ പ്രഭാസത്തിലേക്ക് പോയി എന്നിട്ട് തീരുമാനിക്കാം. എന്നിട്ട് ഞാൻ വരുമ്പോ സത്യലോകത്തു കൂടെ വരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കുന്നു. അങ്ങനെ യാദവന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് വളരെ വലിയതാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക. അനുഭവിച്ചെന്നെ തീരേണ്ടി വരും. പക്ഷെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് ഇനിയുള്ള കാലം സൽക്കർമ്മം ചെയ്ത് ജീവിക്കാം. അതിനുവേണ്ടി കഴിയുന്നതും സമയം പ്രഭാസത്തിലും ശംഖോദ്ധാരത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞുകൂടുക. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരൊക്കെ ശംഖോദ്ധാരത്തേക്ക് പോയിട്ട് അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. യുവാക്കളൊക്കെ പ്രഭാസ തീർത്ഥത്തിലും പോയി സൽക്കർമ്മം ചെയ്തിട്ട് ഈ പാപം കുറയ്ക്കുക, ഈ ശാപത്തിന്റെ കാഠിന്യം കുറയ്ക്കുക എന്ന് പറഞ്ഞ് അതിന് പോവാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ നിയോഗിച്ചു. അപ്പോഴാണ് ഉദ്ധവൻ ഇത് എന്തോ ഒരു ആപത്താണ്, ആകെ ദുശ്ശകുനങ്ങളാണ് മനസ്സിൽ കയറി വരുന്നത്. അപ്പൊ ഭഗവാന്റെ ഈ നിർദ്ദേശം കിട്ടിയപ്പോ ഭഗവാൻ തന്നെ ഏകാന്തമായിട്ട് പോയിരിക്കുന്നു. അപ്പൊ ഉദ്ധവന് മനസ്സിലായി ഇത് ആപത്താണ്. ഭഗവാന്റെ അടുത്ത് കാൽക്കലവിടെ ചെന്ന് വീട് നമസ്കരിച്ചിട്ട്, ഭഗവാനെ അങ്ങ് എവിടേക്കോ വിടവാങ്ങുന്നത് പോലെ ഒരു സൂചന തനിക്ക് തോന്നുന്നു. അങ്ങ് എങ്ങോട്ട് പോവാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോണേ. അങ്ങയെ വിട്ടു പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും വിട്ടു പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവൻ ഇതേ ഉദ്ധവന്റെ വികാരം വർണ്ണിച്ചുകൊണ്ട് കവികൾ പാടിയ പാട്ടുകൾ എത്ര അതിലൊന്നാണത്. ഏതു സമയത്തും ഭഗവാനോട് ചേർന്നിരിക്കണം എന്നുള്ള ആവേശം ഉദ്ധവന് അത് ഭഗവാനോട് പ്രകടിപ്പിച്ചു. അപ്പൊ ഭഗവാൻ പറയണു, ആരും ആരെയും കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. എന്താ പിന്നെ പറയാനുള്ളത്? ആരും ആരെയും കൂട്ടിക്കൊണ്ടിരുന്നില്ല, ആരും ആരെയും കൂട്ടിക്കൊണ്ടുപോകില്ല. ഉദ്ധവ, നിസ്സംഗത ശീലിക്കൂ. നിസ്സംഗനായിട്ട് എന്നെ മാത്രം ചിന്തിച്ച് എന്നെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ ഉറപ്പിച്ച് ഭൂമിയിലൂടെ നിസ്സംഗനായിട്ട് സഞ്ചരിക്കൂ എന്ന് ചുരുക്കി ഉപദേശിക്കുന്നു. ഉദ്ധവ ഗീത ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ പറഞ്ഞ വാക്കുകൾ അത് ഏറ്റവും ചുരുങ്ങി വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിലെ അവസാനം. അപ്പൊ അടുത്ത അധ്യായത്തിലെ ആദ്യത്തില് ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതി, പിന്നെ ഉദ്ധവന് ചുരുക്കി നിസ്സംഗത ശീലിക്കാൻ ഉപദേശിക്കുന്നതാണ് പറഞ്ഞത്. अथ षष्ठोऽध्याय श्रीसुभद्वाज अथ ब्रह्मात्मदेवैः प्रजाय प्रजयसीदामृतोऽभ्युगान् भवस्तभूतभव्ये सूर्यो भूतगणेर्मृदा इन्द्रो मरुद्भिर्भगवानादित्यावसवो अश्विनौ प्रभवो अङ्गिरसोरुद्रांश्रीसाध्यास्तदेवताः गन्धर्वाप्सरसोदागाः सिद्धचारणगुह्यगाः ऋषयप्रद्रस्य विद्याधरेन्द्राः द्वारकामसञ्जग्मः सर्वे कृष्णदिदृक्षवा वपुषायेन भगवान् नरलोकमनोरमा यशोवितयेने लोकेषु सर्वलोकमलाभः तस्यां विभ्राजमानायां समृद्धायां महर्दिवि वेदक्षदावितृप्ताक्षाक्षरदर्शनं स्वर्गोद्यानोपकेर्माल्यैच्छादयन्तुत्तमं गीर्भिश्चित्रपदार्थाभिस्तुष्टुजगदीश्वरं देवापूजु मदास्मतेराधवदारविन्दमध्येन्द्रियप्राणवनवचोभिः यच्चिन्तितेन्द्रहृदिभाविकधर्ममुक्षुभिः कर्मयोरिवासात् त्वं मायात्रिगुणयात्मदुर्विभाव्यक्तं सिद्धस्य वसिरं नैतेर्भवान् चित्तकर्मभिरज्यते वै यल्श्रेयसुखे अव्यवहितेभिरतो अनवद्य शुद्धनृणां न तु तथेड्यदुराशयानां नित्याशुताध्ययनदानतवः क्रियाभिः सत्त्वात्मनां षपदे यशसि प्रवृद्धः सत्सद्धिया श्रवणसम्प्रदया यथा स्यात् स्यान्नवा
സ്യാന്നസ്തവാൻഭിരശുഭാസ്യ ധൂമകേതു ക്ഷേമായോ മുനിഭിരാർദ്രഹൃദോഹ്യമാന യസ്സാത്തദേഹി സമവിഭൂതയാ ആത്മവദ്ഭിർവിഭൂയർച്ചിതസ്സവനശസ്വരതിക്രമായ യശ്ചിന്യതേ പ്രേതമാണിഭിരധ്വരാഗ്നോ ത്രയ്യാനിരുപതവിധിനേശ ഹവിർഗൃഹീത്വാ അധ്യാത്മയോഗോദയോഗിഭിരാഗമായ ജിജ്ഞാസിഭി പരമഭാഗവതൈ പരീഷ്ട പര്യുഷ്ടയാദോ വിഭവനമാലയേയം സംസ്പർദ്ധിനി ഭഗവതേ പ്രതിപത്നിവശ്രീഃ യസ്സു പ്രണീതമുയാർഹണമാഹൃതന്നോ ഭൂയാസദാംഘ്രിയശുഭാസ്യ ധൂമകേതു കേതുസ്ത്രീവിക്രമയുധസ്ത്രിപദൽപദാഗോ യസ്തേ ഭയാഭയകരോ അസുരദേവസമ്മോഹ സ്വർഗായ സാധുഷുഖലേഷിതരായ ധൂമൻ പാദഃ പുനാദ ഭഗവൻ ഭജതാഭുന്ന അസ്യോഗതാ നസ്യോദഗാവ ഇവ യസ്യ വശേ ഭവന്തി ബ്രഹ്മാദയസ്തനഭൃതോ മിഥുരദ്യമാനാഃ കാലസദേ പ്രതിപുരുഷയോ പരസ്യ ചന്നസ്തനോദചരണഃ പുരുഷോത്തമസ്യ അസ്യാസഹേ ധൃതേസ്യ സംയമാനാമവ്യകൃതജീവഹതാവികാലമാഹോ സ്വയം തൃണാഭിരഖിലാപചയേ പ്രവർത്ത കാലോഗഭീരയോത്തമപുരുഷസ്തും ത്വത്തഃ പുമാൻ സമതികന്യേയാസുലീര്യം ധത്തേ മഹാന്തനോ ഗർഭമോഘവീര്യ സ്വയം ആത്മനാണ്ടകോശം ഹൈമംസസ്യ ബഹിരാവരണൈരുപേദം തത്തസ്ഥുഷശ്ച ജഗതശ്ച ഭവാനധീശോ യന്മായോത്ഥഗുണവിക്രിയോപനീതാൻ അർത്ഥാൻ ദുഷന്ന വിഭൃഷീകപദേ ന ലിപ്തോ യേന്യസുതഃ പരിഹൃതാദപിബിഭ്യതി സ്മായാവലോകലപദർശിതഭാവഹാരി ഭ്രൂമണ്ഡലപ്രഹിതസൗരതമന്ത്രശോണ്ടൈഃ പത്ന്യസ്തുഷോഡശസഹസ്രമണിംഗപാണേരസേന്ദ്രിയം മഥിതം കർണേർന്ന വിഭൂയസ്തവാമൃതകഥോദവഹാസ്ത്രിലോക്യാഃ പാദാവനേജസരിത ശമലാനിഹന്തും ആനുശ്രവം ശ്രുതിഭിരംഘ്രിജമംഗസംഗൈഃ തീർത്ഥദ്വയം സുധിഷതസ്തവസ്പൃശന്തി ആദരായണ്ടുവാച നിത്യവിഷ്ണുവിബുധീശേഷഃ സതധൃതിഹരിം അഭ്യഭാഷതോബന്ധപ്രണമ്യാംബരമാശ്രിത ബ്രഹ്മോവാച ഭൂമിർഭാരാവതാരായ പുരാവിജ്ഞാപിതഃ പ്രഭോ ത്വമസ്മാഭിരശേഷാത്മം തത്തഥൈവോപപാദിതം ധർമ്മസ്തദാവിതസ്സൽസുതത്യന്തേഷു വൈത്വയ കീർത്തിസദൃക്ഷുക്ഷുദ്ധാ സർവലോകമലാഭ അവതീകേതവം സേവിഭ്രൽഭ്രമനുത്തമം കർമാണ്യുദ്ധാമൂർത്താനി ഹിതായ ജഗതോ കൃഥാഃ ദാനിതേ ചിദാനി സമനുഷ്യാഃ സാധവഃ കലൗ ശൃണ്വന്തഃ കീർത്തിയന്തസ്യ ദർശന്യഞ്ച സാധവ ഇദം സേവതേമസ്യ പ്രവദാഃ പുരുഷോത്തമ ഷഡക്ഷരനിധിയായ വഞ്ചംശാധികം പ്രഭോ നാധുനാദി അഖിലാധാര ദേവകാര്യാവശേഷിതം കുലഞ്ച വിപ്രശാപേ നഷ്ടപ്രായമഭൂതിദം തതസ്സധാമപരമം വിശ്വസ്യേതി മന്യസേ സലോകാൻ ലോകപാലാനാഃ പാഹി വൈകുണ്ഠകിങ്കരാൻ ശ്രീഭഗവാനുവാച അവധാരിതമേതന്മേ യഥാർത്ഥവിബുധേശ്വര കൃതംവാഹ കാര്യമഖിലം ഭൂമിർഭാരോപതാരിത തദ്ദിതമ്യാദോകുലം നീടിച്ചോരിശ്രിയോദ്ധിതം യുഗം ദിഗക്ഷതു രുദ്ധം നേവേലയേക മഹാർണവ യദ്യസംഹൃത്യ ദ്രൗപദാനാം യദൂനാവികുലം കുലം ഗന്ധാസ്മനേ ലോകോ യമുദ്ദൂരേന നംക്ഷിനി ഇദാനീമാചാരദ്കുലസ്ഥിതിശാപദ യാസ്യാമി ഭവനം ബ്രഹ്മണ്യേത തന്ദേതവാനഘ ശ്രീശുക ഉവാച ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രണിപത്തിതം സഹദേവഗണേർദേവസുധാവോ സമപദ്ധിത അഥ തസ്യാമഹോൽപാദാന്വാരവത്യാസമുത്ഥിത വിലോക്യ ഭഗവാനാഹ ചേതുർധാൻ സമാഗതാൻ ശ്രീഭഗവാനുവാച ഏതേ സമഹോൽപാദാ വ്യതിഷ്ഠന്തിഹ സർവദാ ശാപശ്ചാനഃ കുലസ്യാസി ബ്രഹ്മണേഭ്യോ ദുരിത്യ നമസ്തവ്യമിഹാസ്മഭൃതിജീവിഷുഭിരാര്യഗാഃ പ്രഭാസം സോഹൽപുണ്യമയാസ്യാമോ അഗ്നിമാചിരം യത്ര സ്നാത്വദക്ഷുഷാപാൽ ഗൃഹീതലക്ഷ്മണോടുരാട് വിമുക്തഃ കിൽപിഷാൽ സദ്യോ ഭേജേ ഭൂയസ്കൽ വിമുക്തഃ കിൽപിഷാൽ സദ്യോ ഭേജേ ഭൂയഃ കലോദയം വൈദ്യസ്മിന്നാ പ്രത്യർപ്പയിത്വാ പിതൃൻസുരാൻ ഭോജയിത്വാ ഓശിജോ വിപ്രാൻ നാനാഗുണവദാന്ധസ തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോ പുതുവാ മഹാന്തിവൈ വൃജിനാനി ദൃശ്യാമോ ദാനേർന്നൗഭിരിവാർണവം വൃജിനാനി ദൃശ്യാമോ ദാനേർന്നൗഭിരിവാർണവം ശ്രീശുകാച ഏവം ഭഗവതാദിഷ്ടമയാതവാഹ കുലനന്ദന ഗന്തും കൃതധിയസ്തീർത്ഥം സ്യന്തനാൻ സമയോജൻ തന്നിരീക്ഷോദ്ഭവരാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ടവാനിഷ്ടാനി ഘോരാണ നിത്യം ദൃഷ്ടമലവൃത ഈശ്വരേശ്വരം പ്രണമ്യചരസാപാദോ പ്രാഞ്ജലിസ്തമഭാഷത ഉദ്ധവവാച ദേവദേവേശയോകേശപുണ്യശ്രവണകീർത്തന സംഹൃത്യേതൽ കുലം നൂനം ലോകം സന്ധ്യക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോ വിപ്രത്യഹന്ന യദീശ്വര നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തം സംസഹേനാഥ സുധാമദയമാമപി തവ വിക്രീഡിതം വിഷ്ണുനൃണാംബരമംഗളം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാഞ്ജന ശയ്യാസനാടനസ്ഥാനസ്നാനക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി ത്വയോ ബഭുക്തസ്രഗന്ധവാസോലങ്കാരചിതാഃ ഉച്ഛിഷ്ടഭോജിനോദാസാസ്തവമായാം ജയമഹി വാദരചനായ വിഷയശ്രവണാവൃദ്ധമന്ഥിന രമാഖ്യം ബുധാമ തേ യാന്തി ശാന്താഃ സന്യാസിനോ മലാഃ വയം ദിഹമാഹയോഗിം ഭവന്തഃ കർമ്മവർത്തുമസു
മൃദുവാർത്തയാദൃശ്യാമസ്താവകേർദുസ്തരം തവ സ്വരന്താഃ കീർത്തിയന്തസ്തേകതാനി ഗതിതാനി ച ഗത്യുത്സ്മിതേ ക്ഷണക്ഷവേളി എന്നു ലോകവിടംബരം ശ്രീശുകവാച ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തരം പ്രിയം ഭൃത്യമുദ്ധവം സമഭാഷത ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാ സംവിധായം ഏകാദശസന്ധേ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മന്ന ഭക്തൈതി ഭീതി മേ മതി. അപ്പൊ നിസ്സംഗനായിട്ട് നീ സഞ്ചരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അതിന് മറുപടിയായിട്ട് ഉദ്ധവൻ പറയുന്നു, അങ്ങ് ഈ ത്യജിക്കുക എന്ന് പറഞ്ഞോളൂ. ഈ ബന്ധുസ്നേഹം വിജയ്ക്കാം തവയി കരുണയാ ത്വയി ഉപവേശിതാത്മ സർവം ത്യക്ത്വാ ചരേ സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എത്ര ചുരുക്കി പറഞ്ഞു ഒരവസ്ഥ. ഇത് അത്ര എളുപ്പമൊന്നുമല്ല, പറയാൻ എളുപ്പമാണെങ്കിലും ബന്ധുസ്നേഹം വിജയിക്കാം എന്നങ്ങോട് പറയണമെങ്കിൽ ഒരു ബന്ധുത്വം ആരോടും ഇല്ല എന്നങ്ങോട് ഒരു സുപ്രഭാതത്തിൽ വിചാരിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ അത് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് സാധിക്കുമോ? അത് സാധിക്കണം, മനസ്സോട് സാധിക്കണം. ആദ്യം മനസ്സോട് സാധിച്ചാൽ അതിന് പറ്റുന്ന സാഹചര്യം ജീവിതത്തിൽ വരും, അതിനെ പോഷിപ്പിക്കാനുള്ള സാഹചര്യം ജീവിതത്തിൽ വരും. ആദ്യം ഉണ്ടാക്കേണ്ടത് മനസ്സിലാവും. വീടുണ്ടാക്കുമ്പോൾ ആദ്യം പേപ്പറിലല്ലേ ഉണ്ടാക്കുക, പേപ്പറിൽ ഉണ്ടാക്കാണ്ട് അങ്ങോട്ട് കെട്ടി നോക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തും? ആദ്യം മനസ്സിലുണ്ടാക്കണം. ഈ നിസ്സംഗത മനസ്സിലാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം മനസ്സിലുണ്ടാക്കിയാൽ അത് വളർന്ന് പന്തലിക്കും, പാകത്തിന് അത് നേരെ വൃത്തിയായിട്ട് പന്തലിക്കും, ഒരു കുഴപ്പമില്ലാതെ. മനസ്സിലില്ലാണ്ട നിസ്സംഗതയെ നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതാണ്. എന്നാൽ ആ മനസ്സിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതും വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതല്ലേ എന്നാണ് ഉദ്ധവൻ ചോദിക്കുന്നത്. ത്യജിക്കുക, ത്യാഗം, അത് സന്യാസ ലക്ഷണമല്ലേ? അതത്ര ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അഭക്തന്മാരായിട്ടുള്ള വിഷയാത്മികള്, വിഷയബോധം ഉള്ളവര്, വിഷയത്തിലിങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ത്യാഗം അത്ര എളുപ്പമാണോ ഭഗവാനെ? ഈ മായാബന്ധം, മായാഗുണങ്ങളെ ത്യജിക്കൽ അത്ര എളുപ്പമാണോ? ഭഗവാനെ പിടിക്കൽ അത്ര എളുപ്പമാണോ? എളുപ്പമല്ലല്ലോ. അപ്പൊ ഈ നിസ്സംഗതയൊക്കെ എപ്പോഴാ കൈവര്, എങ്ങനെ കൈവര്? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിസ്സംഗതയൊക്കെ കൈവന്നിട്ടുള്ള എത്ര ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. നിസ്സംഗന്മാരുടെ വൈഭവം വളരെ വലുതാണ്. ആ നിസ്സംഗന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനാണ് ദത്താത്രേയൻ. അത്രയ്ക്ക് അനസൂയയിലുണ്ടായ വിഷ്ണുവിന്റെ അവതാരമാണ് ദത്താത്രേയൻ. ജനിച്ച അന്ന് മുതല് നിസ്സംഗനാണ്, അവധൂതനാണ്. ആ അവധൂതനെ ഒരിക്കല് നിങ്ങളുടെ പൂർവികനായിട്ടുള്ള യാദവന്മാരുടെ പൂർവികനായിട്ടുള്ള, നമ്മുടെയൊക്കെ പൂർവികനായിട്ടുള്ളതാണെന്നാണ് ഭഗവാൻ പറയുന്നത്. യദു കണ്ടുമുട്ടുണ്ടായി. യദുവിന്റെ അടുത്ത് യദു അന്ന് ദത്താത്രേയനോട് ചോദിച്ചു, അങ്ങ് ഇത്ര നിസ്സംഗനാവുന്നത് എങ്ങനെ? ആ നിസ്സംഗതയുടെ വൈഭവം കൊണ്ടിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാനൊരു 24 ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിക്കേണ്ടത് പഠിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി എന്ന് പറയുകയാണ്. ആ 24 ഗുരുനാഥന്മാർ ആരൊക്കെ എന്നുള്ളതാണ്, അതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ് ഇനി 3ാം അധ്യായമായിട്ട് വർണ്ണിക്കുന്നത്. അത് പാരായണം ചെയ്തിട്ട് നമുക്ക് അതുകൂടി ഒന്ന് അനുസ്മരിച്ച് ഇന്നത്തെ പാരായണ പ്രഭാഷണങ്ങൾ നിർത്താം. അഥ സപ്തമോധ്യായം ശ്രീഭഗവാനുവാച യഥാർത്ഥമം മഹാഭാഗാതചികീർഷിതമേവ മേ ബ്രഹ്മഭാവോ ലോകപാലാം സർവാർത്ഥം മേ അഭികാംക്ഷിണ മയാ നിൽപാദിതം യത്ര ദേവകാര്യമശേഷത യഥർത്ഥമവതീർണോഹം ചേന ബ്രഹ്മണാർത്തിതാം കുലം വൈ ശാമദഗ്ധം നക്ഷന്യോന്യ വിഗ്രഹാൽ സമുദ്ര സപ്തമേഹന്യേതാം പുരീം ച പ്രാവയിഷ്യതി യജ്ഞവായം മയാ ത്യക്തലോകോയം നഷ്ടമംഗള ഭവിഷ്യതി ചിരാത്സാദോകലിനാം അവിനിരാകൃതാം നമസ്തവ്യം തയേവേകാമയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മരുചിർഭദ്രാം
भविष्यति खलु युगे त्वं तु सर्वं परित्यज्य स्नेहं सदरबन्धुषु मय्यावेश्य मनः सम्यक् समदद्विजरत्वकाम् यदिदं मनसा वाचा चक्षुभ्यां श्रवणादिभिर्प्रचुरं गृह्यमाणं च विद्धि माया मनोमयं पुंसो युक्तस्य नानार्था ब्रह्मश्रवणदोषभाक् कर्म विकर्मेति गुणदोषधियो विदा तस्मादुक्तेन्द्रियग्रामयुक्तचित्त इदं जगल् आत्मन्नीक्षुस्सविदतम् आत्मानं मय्यधीश्वरे ज्ञानविज्ञानसंयुक्तात्मभूतशरीरिणम् आत्मानुभवतुष्टात्मानान्तरायर्विहन्यसे दोषबुद्ध्यो भयादीतां निषेधं न निवर्तते गुणबुद्ध्या च विहितं न करोति यदाभगा सर्वभूतसुखशान्तानाविज्ञाननिश्चया पश्यन्मदात्मकं विश्वं न विपद्येत वै पुनः श्रीशुको उवाच इत्यादिष्टो भगवता महाभागवतो नृपा उद्धव प्रणिपत्यागादत्तजिज्ञासरच्युतम् उद्धव उवाच योगे च योगविन्यासयोगात्मन्योगसम्भवा निःश्रेयसाय मे प्रोक्ता त्यागसन्न्यासलक्षणा त्यागोऽयं दुःखरो बहुमन् कामानां विषयात्मभिः सुतरां तुयि सर्वात्मन्नभक्तैः इति मे मदि सोऽहं मम अहम् इति मूढमतिर्विगाढ त्वन्मायया विरचितात्मनि सानुबन्धे तत्त्वञ्जसा विगदितं भवदा यदागं संसादयामि भगवन्ननुचादिभृत्यम् सत्यस्तते सुदृश आत्मनोऽन्यं वक्तारमे च विपदेक्षु विनानुचक्षे सर्वे विमोहितधियत्तव मायये मे ब्रह्मादयत्तनवृतो बहिरर्थभावा तस्मात् भवन्तमनवद्यमनन्तपारं सर्वज्ञमीश्वरमकुण्ठविकुण्ठनिष्ठ्यं निर्विण्णधि अहमुह वृजिनाभिदत्तनारायणं नरसकं शरणं प्रपद्ये श्रीभगवानुवाच प्रायेण मनुजा लोके लोकदत्तविचक्षणा समुद्धरन्ति ह्यात्मानम् आत्मनैव शुभाशयान् आत्मनो गुरुरात्मैव वृषस्य विशेषता यत्प्रत्यक्ष अनुमानाभ्यां श्रेयासावनुविन्दते पुरुषत्वे च मां धीरा साङ्ख्ययोगविशारदा आविस्तरां प्रपश्यन्ति सर्वशक्तिमबन्धितम् एकद्वित्री चतुष्पाद बहुपादत्तरावताम् बह्व्यः सन्ति पुरस्सृष्टाः तासां मे पुरुषी प्रिया अत्र मम मार्गेण दग्धा युक्ता हेतुभिः ईश्वरं गृह्यमाणे गुणे लिङ्गेरग्राह्यमनुमानता तत्राभ्युदाहरन्ति मामिदिगा सम्पुरादनम् अवधूतस्य संवादं यतोः अमिततेजसा अवधूतद्विजं कंश्चित् दुरन्तम् अगतो वयं कविं निरीक्षितरुणं यदुपप्रच्छधर्मभिः यदुर्वाच कुतो बुद्धिर्यं ब्रह्मन्न कर्तुस्सु विचारदा यामासाद्य भवान् लोकं विद्वान् चरति बालवल् प्रायो धर्मार्थकामेषु विभिल्सायां च मानवा एकेनैव समीकन्ते आयुषो यशस्त्रियां तं तु कल्पकविर्दक्षा सुभगो मृतभाषणा न कर्तानेकते किञ्चित् जनोन्मत्तपिशाचवल् जनेषु दक्यमानेषु कावलोकतवाग्निना न तप्यसेऽग्निना मुक्ता गङ्गाम्भस्त इव द्विवा त्वं हि न पृच्छतां ब्रह्मणात्मनि आनन्दकारणं ब्रूहि स्पर्शविहीनस्य भवतः केवलात्मना श्रीभगवानुवाच इदमेवं महाभागा ब्रह्मण्येन सुमेधसा पृष्ठसभाजितप्रागा प्रश्रयावनतं द्विज ब्राह्मणोवाच सन्ति मे गुरो राजन् भगवो बुद्धिमुपश्चिता यतो बुद्धिमुपादाय मुक्तो अडामी गतां शृणु पृथिवी वायुराकाशं मापाग्निचन्द्रमानिवि कपोदः अजगरः सिन्धुः पतङ्गमधुदुर्गजा मधुहाकरिणो मीनपिङ्गलापुरोर्भगा कुमारी शरगत् सर्प ऊर्णनाभिर्सुमेशकल् एतेमे गुरवो राजन् चतुर्विंशत्याश्रुता शिक्षावृत्तिविरेतेषामन्वशिक्षं विकात्मना यतो यदनुशिक्षामि यथा वा न पुरुषात्मजा तत्तदा पुरुषव्याक्रमिबोधः कथयामि ते भूतेराक्रम्यमाणो मे धीरो नैव मयानुगे तद्विद्वान् न चलेन्मार्गालन्वशिक्षं क्षितेर्व्रतं शश्वत्परार्थसंवेह परार्थैकान्तसम्भवा साधुचिक्षेद भूभृत्तो नगशिष्यत्परात्मदाम् प्राणवृत्तेव सन्तुष्ये मुनिदैवेन्द्रियप्रिये
ജ്ഞാനം യഥാ നചേത നവകീര്യേതവാത്മന വിഷയേഷ്വാവിഷദ്യോഗീ നാനാധർമ്മേഷു സർവദാ ഗുണദോഷവ്യഭേദാത്മാ ന വിഷജ്ജേത വായുവൽ പാർത്ഥിവേഷു ഹൃദയേഷു പ്രവിഷ്ടതദ്ഗുണാശ്രയ ഗുണൈർനയുജ്യതേ യോഗീ ഗന്ധൈർവായുർവാത്മധൃക് അന്തർഹിതശ്ചിത്തരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത അവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിദതസ്യ ഭാവയേ തേജോവന്നമയർഭാവേർമേഘാദ്യർവായുനേരിതേ തസ്പൃശ്യത്തെ നമത്തദ്വത് കാലദൃഷ്ടേർഗുണൈപ്പമാൻ സ്വച്ഛപ്രകൃതിരസ്നിഗ്ധാ മാധുര്യതീർത്ഥഭൂർനൃണാം മുനിപുനാദ്യപാമിത്രം ഈക്ഷോപസ്പർശകീർത്തനൈः തേജസ്വീതസാദിത്യോ ദുർധർഷോദരഭാജന സർവപക്ഷോപയുക്താത്മാ നാദത്തെ മലമഗ്നിവൽ ക്വചിത് സ്പൃഷ്ട ഉപാസ്യൈച്ഛതാം മുക്തേ സർവത്ര താദൃണാം ദഗൻ പ്രാഗുത്തരാശുഭം സ്വമായയാ സൃഷ്ടമിദം സദസദ്ലക്ഷണം വിഭോ പ്രവിഷ്ടയതേ തത്തസ്വരൂപാഗ്നിർവൈദസി വിസർഗാദ്യ ശ്മശാനാന്താ ഭാവാദേവസ്യമാത്മന കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവത്മന കാലേന ക്ഷോകവേഗേന ഭൂതാനാം പ്രഭവാപ്യയോ നിത്യാവപി തദ്ദൃശ്യേതേ ആത്മനോഗ്നേയഥാർച്ചുഷാം പുനർപുനർവാദത്തെ യഥാകാലം വിമുച്യതി തദേഷു വിദ്യതേ യോഗീ ഗോഭിർഗായിവ ഗോപതി ബുദ്ധ്യതേ സ്വേന ഭേദേന സ്വത്യസ്തൈവ തദ്ഗതാ രക്ഷണേ മൂലം സ്ഥൂലമതിവർ ആത്മാതാവത്തിതോർക്കവൽ നാദിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യക്കോ ക്വാപികേന ജൽ കുർവന്വിന്ദേന സന്താപം കപോദൈവ ദീനധീഹി കപോദക്കശ്ചനാരണ്യേ കൃതനീടോ വനസ്വതോ കപോത്യാ ഭാര്യയാ സാർത്ഥം ഉവാസ കതിചിത് സമാഹ കപോദോ സ്നേഹഗുണിതഹൃദയോ ഗൃഹധർമ്മിണോ ദൃഷ്ടിം ദൃഷ്ട്യാ അംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാ ബന്ധനോ ശയ്യാസനാടനസ്ഥാന വാർത്താക്രീഡാസനാദികം വിദുനീഭൂയ വിശ്രപ്തോ ജനതുർവനരാജിഷു യവ്യം വാഞ്ജലി സാരാജൻ തർപ്പയന്ത്യനകുംഭിത തം തം സമനയത്കാമം കൃച്ഛ്രേണാപ്യജിതേന്ദ്രിയ കപോദീകൃതമം ഗർഭം ഗൃഹ്ണതീ കാല ആഗരെ അണ്ഡാനി സുഷുവേദീടേ സ്വപത്യു സന്നിധോ സതി തേഷു കാലേ വിജായന്താരജിതാവയവയാ ഹരേഃ ശക്തിഭക്തിർവിഭാവ്യാഭികോമളാംഗ തനൂരുഹാഃ പ്രജാപപൂഷതു പ്രീതൗ ദമ്പതി പ്രീപുത്രവത്സലോ ശൃണ്വന്തോ പൂജിതം താസാം നിർവൃതോ കളഭാഷികൈഃ താസാം പരത്രേ സുസ്പൃശേർപൂജിതേ മുക്തചേഷ്ടിതേ പ്രത്യുദ്ഗമൈഃ അദീനാനാം പിതരോ മുദമാവതോ സ്നേഹാനബദ്ധഹൃദയോന്യോന്യം വിഷ്ണുമായയാ വിമോഹിതോ ദീനദീയായോൻ പുപുഷതോ പ്രജാ ഏകരാജകുതസ്ഥാതാമന്നാർത്ഥം തോ കുടുംബിനോ പരിതക്കാരണേ തദ്മിൻ അർത്ഥിനോ ചരതുച്ചിരം ദൃഷ്ട്വാ താന്നുത്തകക്കച്ചല്യത യദൃച്ഛാദോ മനേചര ജഗൃഹേ ജാലമാദത്യ ചരത സ്വാലയാന്തികേ കപോദശ്ച കപോദീച വിഹാപോഷേതസോത്സുകാ യതോ പോഷണമാദായ സ്വനീടം ഉപജഗ്മതോ കപോദേ സ്വാത്മജാൻ വീക്ഷകാലകാൻ ജാലസമ്പ്രദാൻ താൻ അഭ്യരാമക്രോശന്തി ക്രോശതോ ഉപശരുക്കിതാം സാ സകൽ സ്നേഹഗുണിത ദീനചിത്ത അജമായയാം സ്വയം ചാബദ്ധ്യത ശിചാബദ്ധാൻ പശ്യന്തി അപസ്മൃതി അബോധശ്ചാത്മജാൻ ബദ്ധാനാത്മനോപ്യധികാൻ പ്രിയാൻ ഭാര്യാം ച ആത്മസമാം ദീനഃ വിലലാപാദിദുഃഖിതാം അഗോമേ വച്ഛതാമായം അല്പപുണ്യസർവദേഹേ അതൃപ്തസ്യ കൃതാർത്ഥസ്യ ഗൃഹത്രൈവർഗികോഭതാം അനുരൂപാനുകൂലാ ച യസ്യ മേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ പുത്രൈർസ്വജ്യാദി സാധുഭിः സോഹം ശൂന്യേ ഗൃഹേ ദീന മൃതദാരോ മൃതപ്രജാ വിജീവിഷേ കിമർത്ഥം വാ വിദുരോ ദുഃഖജീവിത താൻ തദൈവാവതാൻ ശിഗ്ഭിः മൃത്യുഗ്രസ്താൻ വിജേഷ്ടത സ്വയം ച കൃപണശിക്ഷു പശ്യന്നപി അകുതോ വദൽ തം ലബ്ധ്വാ ലബ്ധകക്രൂരകപോദം ഗൃഹമേധിനം കപോദകാൻ കപോദീം ച സിദ്ധാർത്ഥപ്രയോ ഗൃഹം ഏവം കുടുംബിയ ചന്ദാത്മാനന്ദാരാമപവിത്ര പദത്രിവൽ പുഷ്ടൻ കുടുംബം കൃപണ സാനുബന്ധ അവസീദതി
यः प्राप्य मानुषं लोकं मुक्तिद्वारमपावृतं गृहेषु भगवत्सक्तात् तम् आरूढच्युतं विदु। श्रीकृष्णार्पणमस्तु। इति श्रीमद्भागवते महापुराणे एकादशस्कन्धे सप्तमोऽध्याय। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ओम नमो भगवते वासुदेवाय। अथाष्टमोऽध्याय। ब्राह्मण उवाच सुखमैन्द्रियकं राजन् स्वर्गे नरके उपजादेहिनां यद्यदादुःखं तस्मान्नेच्छेदतद्बुधः ग्रासं सुमुष्टं विरसं महान्तं श्लोकमेव वा यदच्छैवापतितं ग्रसेदाजगरोक्रिय शयिताहानि भूरिणिदिनाहारोनुपक्रमायिति नोपरमेति ग्रासो महाहीवदुष्टभुक् ओजस्सर्ववेदं विभृद्येहमकर्मकं श्रियानविद्युद्रसदेहे नेहेतेन्द्रियवानभि मुनिः प्रसन्नगम्भीरोदर्भिगाख्योदरत्य अनन्तपारो यक्षोभ्यस्तिमितोदैवार्णव समर्थकामो हीनो वा नारायणपरो मुनि नोत्सर्पेन्न शुष्यत सरिद्धिवसागर दृष्ट्वास्त्रियं देवमायां तद्भावे रजनीन्द्रिया प्रलोभितपरत्तिन्दे नमस्ते नोपदङ्गवल् योषिद्धिरण्याभरणाम्बरादिद्रिकेषु मूढा प्रलोभितात्मा हि बभोगबुद्ध्या पतङ्गवर्णश्रीनस्तदृष्टि स्तोकं स्तोकं ग्रसील्ज्ञासं देहो वर्तेदयावदा गृहारहिंसानादुष्टैवृत्तिं माधुकरीं मुनि अणभ्यस्य महद्भ्यस्य हस्तभ्यः कुशलोदर सर्वदस्सारमादद्या पुष्पेभ्यो षट्पद सायन्द्रनशस्त्रपानसङ्गृह्णीत भिक्षिकं पाणिपात्रोदरामत्रो मक्षिकेव संगृही सायन्द्रनशस्त्रपानसङ्गृह्णीत भिक्षुका मक्षिका इव संगृह्णन् सह तेन विनश्यति तदा विविधिं भिक्षुन्नस्पृशेत् दार्वीमपि स्पृशन्करीव बुद्धिर्किरणाङ्कसङ्गद नाधिगच्छति श्रीं राज्ञः करगजन्मृत्युमाल्पना बलाधिकैः सहन्येत गजेरण्यं गजवैधा न देयं नोपभोग्यं च लुब्धव्यल्दुःखसञ्चितं भुङ्क्तैव तदागच्छान्यो मधुहेवार्थविन्मधु सुखदुःखो वाजुदेवृतेन शासनं मृगाशिषा मधुहेवाग्रतो भुङ्क्ते द्रवे गृहमेधिना ग्रामगीतं नश्म्यादिद्रुवनजराह्वजिल् शिक्षेति हरिणादिबन् शिक्षेत हिरणादबद्धान् मृगयोर्गीतमोदिताल् नृत्यमादित्रगीतानि दुषङ्ग्राम्याणि उषिताम् आसां क्रीडन् गोवत्सरुषं गोमगीसुधा दिह्वायादिप्रमाधिन्या जनवरसविमोहिता मृत्युमृत्सत्य असद्बुद्धिर्मीनस्तु पटिशैर्यथा इन्द्रियाणि जयन्त्यासु निराहारामनीषिण वर्जयित्वादरसतन्दिरन्नस्य वर्धते तावचिदेन्द्रियो न स्यात् विज्ञानेन्द्रियजितानीन्द्रियकुमान् न चेदसंज्ञावचितं सर्वं जिदेरसे पिङ्गळानाम वैश्यासीति देहनगरे पुरा तस्यां शिक्षणं चिन्निबोधनपदन्दना सा सूर्यन्नेकदाकान्तं सङ्केतोपदेश्यति अभूत्काले विहृद्वायुभृतिरूपमुत्तमं मार्गागच्छतो विक्षपुरुषान् पुरुषर्षभा ताञ्चिन्तनान्वितवदः कान्दान्येने अर्थकामुका आगतेषु अभयादेषु सा सङ्केतोपजीविनी अप्यन्यो वित्तवान् गोपि मामुपैष्यति भूरिद एवं दुराशयाध्वस्तनिद्र्याद्वार्यवलम्बति निर्गच्छन्ति पुरुषिति निषेधं समवर्तित तस्य विताशया शुष्यतोकृताय दीनचेतसा निर्वेदः कर्मजिज्ञाचिन्ता हेतुस्वभावः तस्य निर्गुणचित्ताय विष्णुयथा मम निर्वेदाशापाशानमृषस्य यदाख्यसि नाख्यङ्गाजात् निर्वेदो देहबन्धं विकासति यथा विज्ञाननिहितो मनुजो ममतां नृपा इन्द्रोवाच अहो मे मोहविद्यतिं पश्यता विजितात्मना या कान्दाद सदाः कामं कामयेन बालिश सन्तं समीपे रमणं रतिप्रदं वित्तप्रदं नित्यं विहाय अकामदं दुःखभयानि शोकमोहप्रदं तुच्छमहं गजेज्ञा अहो मयात्मा पीडितापितो वृथा साङ्केतिवृत्त्यादिविवर्गवार्तया स्त्रीणानराल्या अर्थदृशो निशोच्याय प्रीतेन वित्तं दिमात्मनेच्छति यदस्तिर्निर्मितवंशस्थूर्णं तुचारो मदखैः पिनद्धं क्षरन्नवद्वारमकर्मेतन्मूत्रपूर्णं मधुपैतिकान्या विदेहानन्दुरीहस्मिन् अहमेकैव मूढधीः यान्निमिच्छन्ति असत्य अस्माद् आत्मदात् काममच्युतात् सुदुप्रेषणमो नाथात्माचार्यं शरीरिणां तं विक्रीय आत्मनैवाहं रेमेनेन्द्रियं यथा रमा यल्प्रियन्ते विभजन् कामाये कामदानराः आद्यन्वन्दो भार्याया देववा कालविद्रुताः मूलं मे भगवान् प्रीतो विष्णोः केनापि कर्मणा निर्वेदोऽयं दुराशाय अन्ये जातः सखावः वयं सुमन्तभाग्याः क्लेशानुर्वेदहेतवः येनानि बन्धं निर्गत्य विषयसमर्च्छति तेनोपकृतमादाय शिरसाग्राम्यसन्तताः त्यक्त्वा दुराशाः श्रवणं जागतमधीश्वरं सन्तुष्टाः श्रद्धभक्त्येतलिथालाभेन जीवति विराम्यमुनेवाहम् आत्मनारमणेन वै संसारकूपे पत्रं विषयर्वशिदेक्षणं ग्रस्तं कालाहिनात्मानको अन्यस्तादमधि ईश्वर आत्मेभ्यात्मनोपदानविद्यते दाखिलाल अप्रमतितं पश्येर्गस्तं कालाहिनाजिगल ब्राह्मण उवाच एवं व्यवसृतविलासं कामदर्शच चित्तोपशमास्ताय शय्यामुपवेशसा आशाहिपरं दुःखं नैराश्यपरं सुखं यथा संचिद्यकान्तासां सुखं दृष्ट्वापविण्डला श्रीकृष्णार्पणमस्तु श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् एकादशस्कन्धे अष्टमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ओम नमो भगवते वासुदेवाय।
नवमोऽध्याय ब्राह्मण उवाच परिग्रहो हि दुःखाय प्रियतमं नृणां अनन्तं सुखमाप्नोति तद्विद्वान्यस्त्वकिञ्चन स्वामिषं गुरुरं जगन्नुबलिनो यदिरांशाः तदामिषं परित्यज्य स सुखं समविन्दद तमे मानवमानोऽस्तो न चिन्ता गेहपुत्रिणाम् आत्मक्रीडात्मरतविचरामिह बालवल् द्वारेव चिन्तयामो परमानन्दमप्लुतो यो विमुग्धो जडो बालो यो गुणेभ्यः परं गतः कोजिल्कुमारी त्वात्मानं मृणानान् गृहमागतान् स्वयं तानर्हयामास क्वापि आदेशु बन्धुषु तेषामभ्यवहारार्थं शालीन्यहसि पार्थिव अवघ्नन्त्याः प्रकोष्ठस्थाश्चक्रुः शङ्खाः स्वनं महल् अवघ्नन्त्याः प्रकोष्ठस्थाश्चक्रुः स्वनं महल् सा च तज्जुगुप्सितमत्वां हरिव्रीडिता तदा उभञ्जिकेकशङ्खः द्वौ पाण्योरशेषे उभयोरप्यभुर्घोषोऽवघ्नन्त्याः स्वशङ्खयोः तत्राप्येकं निरभिधेयकस्मान्नाभवध्वनि अन्यशिक्षिमं तस्य उपदेशमरिन्दम लोकानुचरण्येतान् लोकतत्त्वविल्सया वासे बहूनां गर्भो भवेद् वार्ताद्वयोरपि एकेव चेत् तस्मात् कुमार्येव गङ्गणा अनेकत्वसंयुज्याद्यश्वासोचिदासन वैराग्याभ्यासयोगेन क्रियमाणो तन्विद यस्मिन् मनोव्यद्धौतमेते तच्चनैः शनैर्मिञ्चति कर्मरेणुन् सत्त्वेन वृद्धेन तस्तमस्य विधूयनिर्वाणमुपैत्यानिन्धनं तदैव आत्मन्यावृद्धचित्तो न वेद किञ्चित् बहिरन्तरं वा विधेषु कार्यद्रवतिं प्रचन्दनिषोगताल्पार्धदर्शपार्श्वे एकचार्यनिकेतस्यादप्रमतो गुहाशय अलक्ष्मण आचार्यर्मुनिरेकोल्पभाषणा गृहारम्भो विदुःखाय विभलस्य अध्रुवात्मना सर्पः परकृतं वैष्णव प्रविशुद्धमेतदे एको नारायणो देवः पूर्वदृष्टं समाय संहृत्यकालकलया कल्पान्तिदिनीश्वर एकेवाद्वितीयो भूतात्माधारोऽखिलाश्रय कालेनात्मानुभावेन सामिन्येताशक्तिषु सत्त्वादिषु आदिपुरुषप्रधानपुरुषेश्वर रामराणं परमास्ते कैवल्यसंविदा केवलानुभवानन्दसन्दोहो निरुपाधिक केवलात्मानुभावेन समायन्तगुणात्मिका संक्षोभेन सृजति आदौ तया सूत्रमरिन्दम तामाहुस्त्रिगुणवेकृतिं सिन्धिनिशितो मुखं यस्मिन् प्रोदमिदं विश्वं येन संसरते पुमान् यथोर्णताप्रहृदयादूर्णां सन्दत्यवक्रदा तया विहृत्य भूयस्तां ग्रसत्येव महेश्वर यत्र यत्र मनोदेहि धारयत् सकलं धिया स्नेहाल्द्वेषाल्भयाद्वापि आदितत्तत्सरूपदा क्रीडाः क्लेशस्कृतं ध्यायन् कुट्यां तेन प्रवेशिता यादत् सा अल्पनां राजन् पूर्वरूपम् असन्ध्यजन् एवं गुरुभ्यो यदेभ्य येषां मे शिक्षितामति स्वाल्पोपशिक्षितां बुद्धिं शृणुमेव ततः प्रभो देहो गुरुर्मा विरक्तिविवेकहेतुविभ्रस्म सत्त्वनिधं सततात्युदर्कं तत्त्वान्यनेन विभजामि यथा तथापि पारक्यमित्यवसितो विजराम्यसङ्ग जायात्मजातपशुभृत्य गृहापदवर्गान् पुष्णादि प्रियचिकीर्षयाविजन्मन् स्वान्ते सकृच्छमवदन्धधनसदेह सृष्टवास्य बीजमवसीदृक्षधर्म जिह्वैकतोमोपकर्षति गर्हितर्षा शिष्णो अन्यतस्तु कुदरं श्रवणं कुतश्चित् गृहाणो अन्यतश्च प्रदर्पजकर्मशक्तिर्बह्यः सपत्न्यवगेहपतिं गृह्णन्ति सृष्ट्वा प्राणिविधान्यस्य आत्मशक्त्या वृक्षान् सरीसृपशुण्ठगतं शमस्य तैस्तेरदुष्टगत्या कृशं विधाय ब्रह्मावलोकधृष्णमुदमापदेव लब्ध्वा सुदुर्लभमिदं बहुसम्भवान्ते मानुष्यमर्थदमनित्यमधिधीर पूर्णमितेत्नपदे पदेदनुमूर्त्यावन्निश्रेयसायुषः सर्वतस्याय एवं सञ्जातवैराग्यो विज्ञानालोकात्मनि विजनामि महीमेजामुक्तसङ्गो अनहं हृदि न ह्येकस्मात् गुरोज्ञानं सुस्थिरं स्यात् सुपुष्कलं ब्रह्मेतदद्वितीयं वैगीयते बहुधर्षिभिः श्रीभगवानुवाच इत्युक्तासैतुमिप्रस्तमामन्त्रगभीरधीः वन्दितोऽभ्यर्थितो राज्ञा योगैतो यथागतम् अवधूतवच श्रुत्वा प्रवेशानः स पूर्वजः सर्वसङ्गविनिर्मुक्तः समचित्तो बभूवः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्ये अस्मिन् एकादशस्कन्धे नवमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द ഗുരുനാഥന്മാര് 24 ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിസ്സംഗനായത് എന്ന് യദുവിനോട് ദത്താത്രേയൻ പറഞ്ഞതാണ് ഇപ്പൊ ഈ 3 അധ്യായത്തിൽ വർണ്ണിച്ചത്. സഖ്യപർവ്വതത്തിന്റെ താഴ്വരയിൽ മലച്ചട്ടി കിടക്കുമ്പോൾ ദത്താത്രേയനോട് പ്രഹ്ലാദൻ ചോദിച്ചു, എങ്ങനെ നിസ്സംഗനായത്? അപ്പോ പ്രഹ്ലാദനോട് പറഞ്ഞത് ദത്താത്രേയൻ, എനിക്ക് 2 ഗുരുനാഥന്മാരുണ്ട്, ആ ഗുരുനാഥന്മാർക്ക് പഠിച്ചപ്പോ ഞാൻ അങ്ങനെ നിസ്സംഗനായിരുന്നു. അപ്പൊ യദുവിനോട് പറഞ്ഞപ്പോ 24, പ്രഹ്ലാദനോട് പറഞ്ഞപ്പോ 2. അതിന്റെ അർത്ഥം എന്താ? ഒരാളെന്നെ പറയണത്. പ്രഹ്ലാദനത് മനസ്സിലാക്കിയാൽ മതി. ഗുരുനാഥൻ അവതാരാക്കിയ അസംഖ്യ എന്ന് പറഞ്ഞ പോലെ തന്നെ ഗുരുനാഥന്മാരും അസംഖ്യുണ്ട്. ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ 7 ഗുരുനാഥന്മാർ വരുന്നുണ്ടെന്നാണ്. ഏത് ദിവസവും നമ്മുടെ മുമ്പിൽ 7 ഗുരുനാഥന്മാര് വരുന്നുണ്ട്.
ആ 7 ഗുരുനാഥന്മാര് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ അവശേഷിക്കുന്നത്. അപ്പൊ ഏറെ ഈ 7 ഗുരുനാഥന്മാരെ നമുക്ക് നിശ്ചയുണ്ടാവുന്നില്ല. സാഹചര്യങ്ങളാവാം, അനുഭവങ്ങളാവാം, പലതരത്തിലുമാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ. പലതരത്തിൽ ഈ അനുഭവങ്ങള് ചില വ്യക്തികളിൽ നിന്ന്, ചില പൃഥ്വി, വായു, ആകാശം, ആപോ, അഗ്നി, ചന്ദ്രമാ, രവി, കപോതോജഗന, സിന്ധു, പതംഗോ, മധുകൃത്, ഗജ, മധുഹാരിണോ, മീന, പിങ്കള, കുരരോപക, കുമാരി, ശരകൽ, സർപ്പ, പൂർണ്ണനാഭി, സുബേശകർ. ഇതാണ് 24 ഗുരുനാഥന്മാർ. ദത്താത്രേയൻ യദുവിനോട് പറഞ്ഞു. അപ്പൊ ഇതില് സാഹചര്യങ്ങളൊക്കെ ഗുരുനാഥനാവും. അപ്പൊ വായു ഒരു ഗുരുനാഥനാണ്. വായു ഇല്ലാത്ത സ്ഥലമുണ്ടോ? അപ്പൊ വായു എപ്പോഴാ ഈ ഗുരുനാഥനായി? നമ്മളെപ്പോഴും വലിച്ചു കയറ്റിണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ ഈ വായു ഗുരുനാഥനാവണമെങ്കിൽ എപ്പോഴും ആവാലോ അത്. അപ്പൊ നമ്മൾ അതിന്റെ മഹത്വം എപ്പോ ഉൾക്കൊള്ളുന്നു അപ്പൊ അത് ഗുരുനാഥനായിട്ട് മാറുന്നു. അപ്പൊ അതാണ് 7 ഗുരുനാഥന്മാര് നമ്മള് ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അറിയണില്ല, അതിന്റെ മഹത്വം അറിയണില്ല എന്നർത്ഥം. ആ ഗുരുനാഥന്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അത് ഗുരുനാഥനായിട്ട് ആവണില്ല നമുക്ക്. പ്രഹ്ലാദന് 2 ഗുരുനാഥന്മാരെ എന്ന് പറഞ്ഞപ്പോഴേക്ക് പ്രഹ്ലാദന് കാര്യം മനസ്സിലായി. യദുവിന് മനസ്സിലാവണമെങ്കിൽ 24 എന്ന് പറയണം. അത്രേ ഉള്ളൂ. ദത്താത്രേയൻ ജന്മനാ സർവസംഘ പരിത്യാഗിയാണ്, നിസ്സംഗനാണ്. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കി? ജന്മനാ മനസ്സിലായിട്ടുണ്ട്. അത് ഇനിയിപ്പോ വേറെ ആളെന്ന് പഠിച്ചു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കേൾക്കണ ആൾക്ക് മനസ്സിലാവാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ആവരുതെന്ന് പഠിക്കാം, ഇങ്ങനെ ആവണമെന്ന് പഠിക്കാം. ഇതൊക്കെയാണ് 2 തരത്തിലും പഠിക്കലാണ്. ഇങ്ങനെ ഞാൻ ആവരുതെന്ന് പഠിക്കാമല്ലോ, ഇങ്ങനെ ആവണമെന്ന് പഠിക്കാം. അപ്പൊ ഇതിന്ന് ആദ്യത്തെ പൃഥ്വി, ഭൂമി അത് മാത്രം അനുസരിക്കുക, ബാക്കിയൊക്കെ പോട്ടെ നിൽക്കുക. ഒന്നെങ്കിലും നമ്മൾ കുറച്ചു നേരം കൊണ്ടൊന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വെച്ചാൽ ഇത് ഓരോന്നും ഉൾക്കൊള്ളലാണ് വിഷയം. ആ ഭൂമിയുടെ മാത്രം ഒന്ന് അനുസരിക്കാൻ സമയവും ആകാം. ഭൂമിക്ക് 2 അവസ്ഥയാണ്. ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ എത്ര കേമായിട്ട് എഴുതിയിട്ടുണ്ടെന്നറിയോ? ഗോപാലൻ നായർ വ്യാഖ്യാനത്തിലും അതുപോലെ മറ്റൊരു വ്യാഖ്യാനത്തിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 തരം അവസ്ഥയാണ് ഭൂമിക്കുള്ളത്. ഒന്ന് സമതലമായിട്ടുള്ള ഭൂമി, ഒന്ന് പർവ്വതമായിട്ടുള്ള ഭൂമി. സമതലമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഒന്ന് പഠിക്കാം, പർവ്വതമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് പഠിക്കാം. അപ്പൊ ചുരുക്കത്തില് ദത്താത്രേയൻ പറഞ്ഞു, വേഗം പോവുക, ഇത്ര വിസ്തരിച്ചൊന്നും പറയുന്നില്ല. ദത്താത്രേയൻ ക്ഷമ പഠിച്ചു എന്നാണ്. ഈ ക്ഷമയുടെ വ്യാഖ്യാനം വളരെ വലുതാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഇതിന്ന് മനസ്സിലാവുന്നത്. സമതല ഭൂമിയില് നമ്മള് ജീവജാലങ്ങൾ എന്തൊക്കെ ഭൂമിയെ പരാക്രമം കാട്ടുന്നു, സമതലത്തില് ആലോചിക്കണേ. സമതല ഭൂമിയായിട്ടുള്ള സ്ഥലത്ത് സകല ജീവജാലങ്ങളും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ തോന്നിയത് കാട്ടുന്നു. എന്നാലും ആ ഭൂമിദേവി നമ്മളോട് പ്രതികരിക്കുന്നു. ആ ഭൂമിദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് തന്നെ. വെള്ളം സ്റ്റോർ ചെയ്തിട്ട് പാകത്തിന് അത് ഇറങ്ങിപ്പോയിച്ചാൽ എവിടെ എത്തും? ഇപ്പം മുക്കിയാ കിട്ടുന്നുണ്ട്, അങ്ങനെയല്ലേ? ഇല്ലെങ്കിൽ മോട്ടർ അടിച്ചാൽ വെള്ളം വരുന്നുണ്ട്, അത് നിന്നാ എവിടെ എത്തും? ആ ഭൂമി, സമതല ഭൂമിയില് നമുക്ക് ജലം സംഭരിച്ചു വെച്ച് തരണം. അതുപോലെ നമ്മുടെ തോന്നിവാസങ്ങൾ മുഴുവൻ സഹിക്കണം. ഒരു ചെറിയ കുട്ടി, 4 വയസ്സിലെ നട്ടപ്രാന്തായിട്ടുള്ള കുട്ടി അമ്മമാരെ എത്ര ബുദ്ധിമുട്ടിക്കും. എടുത്ത ഒക്കത്ത് നിൽക്കില്ല, വെച്ചാലോ ഓടിപ്പോവും, പിന്നാലെ ഓടി നടക്കണം. നീ കയ്യിലെ നഖം മുറിക്കാൻ വൈകിച്ചാലോ മേല് മുഴുവൻ മുറിയാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ആ കുട്ടിയുടെ പരാക്രമങ്ങളൊക്കെ എത്ര സന്തോഷത്തോടെ അമ്മ സ്വീകരിക്കുക. അതാണ് അങ്ങനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സഹികെട്ട് അങ്ങനെയല്ല, അത് ആനന്ദിക്കുക ചെയ്യും. ഇതുപോലെ ഭൂമി ഓരോ ജീവജാലങ്ങളെ കുറിച്ചും ആലോചിച്ചു നോക്കും. എലികൾ മാള ഉണ്ടാക്കിയിട്ട്, എലികൾ മണ്ണ് തുരന്ന് ഭൂമിയെ ഉപദ്രവിക്കുന്നു. നമ്മളിപ്പോൾ അതിലേറെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയെ പലതരത്തിൽ പരിശുദ്ധമാക്കേണ്ട ഭൂമിയെ നമ്മൾ വൃത്തികേടാക്കുക മാത്രമേ നമുക്ക് ജോലിയുള്ളൂ. അങ്ങനെ ആ ഭൂമിയെ നമ്മളൊക്കെ ഉപദ്രവിച്ചിട്ടും ആ ഭൂമി
എപ്പോഴെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കണു, അത്രയേ ഉള്ളൂ. ഭൂമി കുലുക്കം റിക്ടർ സ്കെയിലില് 2 വന്നു, 3 വന്നു, 7 വന്നാ പോയി. 7 വരാറില്ല അപ്പൊ ഭൂമി ചെറിയൊരു നുള്ളേ നമുക്ക് തരുന്നുള്ളൂ. അപ്പൊ ആ ഭൂമിയുടെ സഹനശക്തി, ഓരോ ജീവജാലങ്ങളെയും ഭൂമി സഹിക്കുന്നു. ആ അമ്മ സഹിക്കുന്ന പോലെ അത് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കണം. ഓരോ ജീവജാലങ്ങൾക്കും വേണ്ട ഭക്ഷണം കൊടുത്തുകൊണ്ട്, വേണ്ട വിഭവങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട്, ഭൂമി ദേവി അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ പരാക്രമങ്ങള് സഹിച്ചുകൊണ്ട് ആ സമതല ഭൂമി നമ്മളെ പോറ്റുന്നു. പിന്നെയോ പർവ്വതങ്ങളില് ജലം മഴക്കാലത്ത് ശേഖരിക്കുന്നു. അതുകൊണ്ടാണ് ഭൂഗർഭ ജലം നിലനിൽക്കുന്നത്. ഇങ്ങനെ പർവ്വതത്തില് എത്ര രത്നങ്ങളൊക്കെ പർവ്വതത്തിലാണ് ശേഖരിക്കപ്പെടുക എന്ന് പറയുക. നീലരത്നം ഭഗവാൻ എടുത്തു കൊണ്ടുവന്നു, പർവ്വതത്തിൽ നിന്ന് നീലരത്നം എടുത്ത പോലെ എന്നൊക്കെ പറയും. അപ്പൊ എന്താ, പർവ്വതങ്ങളില് എത്രയോ വൃക്ഷങ്ങള്, ആ വൃക്ഷങ്ങള് പിന്നെ കുറ്റിച്ചെടികള്, ഔഷധ സസ്യങ്ങള് പർവ്വതങ്ങളിലാണ് കൂടുതൽ ഉണ്ടാവുക. ഇങ്ങനെ പർവ്വതങ്ങള് പ്രധാനമായിട്ട് വെള്ളം തന്നെ. നദിയിൽ വേനൽക്കാലത്ത് മുഴുവൻ വെള്ളം ഒഴുകണമെന്നുണ്ടെങ്കിൽ പർവ്വതങ്ങളിൽ വെള്ളം ഇടാമണ്ടേ? അപ്പൊ ആ പർവ്വതങ്ങൾ എന്താ, ഒക്കെ അവനും ശേഖരിക്കണതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന ഭാവത്തില് പർവ്വതങ്ങൾ മറ്റ് ജീവജാലങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കണം. സമതലങ്ങൾ സഹിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ സഹായിക്കലും സഹിക്കലും ആകുന്ന ഭൂമിയിൽ നിന്ന് പഠിക്കണ്ടേ എന്നാണ് ദത്താത്രേയൻ പറയുന്നത്. സഹിക്കും വേണം, സഹായിക്കും വേണം. ഈ സഹിക്കലും സഹായിക്കലും ഭൂമിയുടെ സ്വഭാവമാണ്. അത് പഠിച്ചു, അത് ഉൾക്കൊണ്ടു. ഇങ്ങനെ ഞാൻ സഹിക്കും വല്ലതും, ഞാൻ ഇങ്ങനെ എല്ലാവരെയും സഹായിക്കും എന്നൊരു പ്രതിജ്ഞ ചെയ്താൽ ഭൂമിയിൽ നിന്ന് പഠിക്കലായി. അത് ഉൾക്കൊണ്ടാൽ, അത് പ്രാവർത്തികാക്കിയാൽ ഭൂമിയിൽ നിന്ന് പഠിക്കൽ പൂർണ്ണമായി. ഇങ്ങനെ എത്ര എണ്ണത്തിന് എത്ര വിസ്തരിച്ച് നമുക്ക് പഠിക്കാണ്ട് ആലോചിക്കണം. വ്യാഖ്യാതാക്കന്മാരൊക്കെ ഭാഗവതത്തെ എത്ര മനോഹരമായിട്ട് എത്ര വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തരും. അത് ഒരു തവണ വായിച്ചാലും നമ്മൾ ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ ഇരുന്ന് വായിച്ച് ആസ്വദിക്കണം. 8 വാള്യങ്ങളായിട്ട് ഗോപാലൻ നായർ എത്ര മലയാളികൾക്ക് സുഗമമായിട്ട് ഉണ്ടാക്കി വെച്ച് തന്നിട്ടില്ലേ? ഗുരുവായൂർ ദേവസ്വം അടിച്ചിറക്കിയിട്ടില്ലേ? എത്ര നല്ല വ്യാഖ്യാനങ്ങളെ മുഴുവൻ പഠിച്ചിട്ടാണ് മലയാളത്തില് അത് സംഗ്രഹിച്ച് നിന്നിട്ടുള്ളത്. ഇതൊക്കെ നിരന്തരം എടുത്ത് വായിക്കുമ്പോൾ അറിയാം ഭാഗവതത്തിന്റെ വലിപ്പം. ഓരോന്നിൽ നിന്ന് എത്ര ഉൾക്കൊള്ളാണ്ടെന്ന് നമുക്ക് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികാക്കാൻ എത്ര ഉണ്ട്. ഈ സഹിക്കലും സഹായിക്കലും ഇതാണ് സമതലത്തു നിന്നും പർവ്വതത്തു നിന്നും നമ്മൾ പഠിച്ചിട്ട് ഭൂമിയിൽ നിന്ന് പഠിക്കുന്ന ക്ഷമയുടെ ഭാവങ്ങൾ. ക്ഷമയുടെ ഭാവങ്ങളാണ് ഇത് രണ്ടും. ക്ഷമിക്കുന്നവനെ സഹിക്കാൻ പറ്റുള്ളൂ. ക്ഷമിക്കുന്നവനെ സഹിക്കലും ക്ഷമിക്കലും രണ്ടാണെന്നും പറയുന്ന ഭാഷ ഉണ്ട്. ഇതൊക്കെ വ്യാഖ്യാതാക്കന്മാർ പറയുന്നതിന്ന് സാരം ഉൾക്കൊള്ളണം. അതാണ് ഭൂമിയിൽ നിന്ന് പഠിച്ചതെന്ന് പറയും. പിന്നെ വായുവിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, ഇതൊക്കെ ഇങ്ങനെ ആവണമെന്ന് പഠിച്ചത്. ഇങ്ങനെ ആവരുതെന്ന് തേനീച്ചയിൽ നിന്ന് പഠിക്കുന്നു. തേനീച്ചയിൽ നിന്ന് ആവശ്യമില്ലാണ്ട് ആ തേനിന്റെ മാധുര്യം നുകർന്ന് അവനവൻ ആ കൊമ്പിൽ കെട്ടുന്നത് കുടിച്ച് സുഖമായിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞാൽ മതി. പക്ഷെ അതല്ല, അത് പിന്നെ പോയി തുപ്പിയിട്ട് ഒരു വീട്ടിൽ അങ്ങോട്ട് നിറച്ചു വയ്ക്കും. പിന്നെ അത് നിറഞ്ഞു കഴിഞ്ഞാൽ വേറെ വീട് ഉണ്ടാക്കുക. എന്നിട്ടോ അതിലും കൊണ്ടുപോയി തുപ്പി നിറച്ചു വയ്ക്കും. പിന്നെയും വേറെ ബെഡ്റൂം ഉണ്ടാക്കുക, അതിലും കൊണ്ടുപോയി നിറച്ചു വയ്ക്കും. പിന്നെന്തായി 4 ബെഡ്റൂം വേണം, അതായി അതിലും നിറച്ചു വയ്ക്കുക. പിന്നെന്തായി മോശം, ഇങ്ങനെ ആയിരക്കണക്കിന് ബെഡ്റൂമുകൾ ഉണ്ടാക്കി അതിലൊക്കെ തൻ്റെ ഇന്നല്ലെങ്കിൽ നാളെ കുടിക്കാച്ചിട്ട് അതിലൊക്കെ തേന് നിറച്ചു വെച്ച് നമ്മളെ പോലുള്ള കള്ളന്മാർ പോയിട്ട് ചൂട്ടും കാട്ടിയിട്ട് അവരെ കാട്ടി വിട്ടിട്ട് അതൊക്കെ തേന് നമ്മൾ കുടിക്കും. നമ്മളെ പോലെയുള്ള കള്ളന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് എന്തിനായി ഈ തേനീച്ച പണിയെടുക്കണം? ഈ തേനീച്ച എന്തിനായി ഈ പണിയെടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. തേനീച്ചയുടെ പ്രവൃത്തി വല്ല ആവശ്യമുണ്ടാവും. അതിന്റെ കാര്യം നോക്കിയിട്ട് സുഖമായിട്ട് തേനെടുക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല.
ഒരു പൂവിൽ പോയിട്ട് ഇരുന്ന് തേന് മാത്രം എടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ സംഭരിക്കണമെങ്കിൽ, ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അനവധി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അത് തേനീച്ചയെ കൊണ്ട് മാത്രമേ പറ്റൂ ആ തേനെടുക്കണമെങ്കിൽ. എന്നിട്ടോ നമ്മളെ പോലുള്ള കള്ളന്മാർക്ക് പൊട്ടി മുറിക്കാൻ അത് ഉണ്ടാക്കണോ? ഇത് നമ്മുടെ ജീവിതത്തിൽ എത്ര ഉൾക്കൊള്ളാണ്ട്. ഇങ്ങനെ ആവരുതെന്ന് പഠിച്ചൂടെ? ഇങ്ങനെ ആവരുതെന്ന് തേനീച്ചയെന്ന് പഠിച്ചൂടെ? പഠിക്കണ്ടോ? അതെന്നെ ഒരു ചിന്ത. പഠിക്കണം, ഉൾക്കൊള്ളണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ മറന്നുപോകും. പ്രാവർത്തികമാക്കാത്ത ജ്ഞാനം മുഴുവൻ കുങ്കുമം ചുമക്കുന്ന ഗർദഭം പോലെയാണ്. അതിനെങ്ങനെ അതെന്താ നിഷ്ഠയിലാണ് അതിങ്ങനെ ചുമക്കുക, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ആവശ്യമില്ലാത്ത ജ്ഞാനം നമുക്ക് വേണ്ട, അത് ഉപയോഗപ്രദമാകും. അതിനുള്ളതാണ് ഈ വിദ്യാഭ്യാസം മുഴുവൻ ഭാരതീയമായത്. ഉപയോഗിക്കണം, ഇതൊക്കെ ഉൾക്കൊള്ളണം, ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കണം. അപ്പൊ ജീവിതം മനോഹരം, സുന്ദരം. മധുരം മധുരം മധുരാധിപതേരഖിലം മധുരം. ഭാഗവതമാകുന്ന മധുരാധിപതിയുടെ ഓരോ വാചകവും, ഓരോ ശ്ലോകവും, ഓരോ അധ്യായവും മധുരം മധുരം. അത് ഉൾക്കൊള്ളുമ്പോഴേ അത് മധുരാണെന്ന് തോന്നുള്ളൂ. ഇനി ബാക്കി 27 അല്ല 24 ഗുരുനാഥന്മാരിൽ ബാക്കിയുള്ളവരിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വ്യാഖ്യാതാക്കന്മാർ തരട്ടെ. ഇല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ പ്രഭാഷണങ്ങൾ ഇവിടെ നിർത്തുന്നു. നാളെ രാവിലെ പുനരാരംഭിക്കുന്ന ബാക്കി ഭാഗം. സർവത്ര ഗോവിന്ദ